ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ പ്രേമകാന്തനും മുൻപോയ ചൂതരും എൻ പ്രേമകാന്തനും മുൻപോയ ചൂതരും കരം വീശി വീശി മോദാൻ ചേർന്നു സ്വാഗതം ചെയ്തിടും കരം വീശി വീശി മോദാൻ ചേർന്നു സ്വാഗതം ചെയ്തിടും മാലാഖ ജാലങ്ങൾ നാമീച്ചെന്നെ ആനയിക്കും എൻ സ്വർഭവനേ മാലാഖ ജാലങ്ങൾ നാമീച്ചെന്നെ ആനയിക്കും എൻ സ്വർഭവനേ എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ഹല്ലേലൂയ. കടന്നു എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ശബ്ദത്തിൽ, ഈ ദേശത്ത്, ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസവും കർത്താവ് വ്യക്തവും സ്പഷ്ടവുമായി നമ്മളോട് ആത്മാവ് സംസാരിച്ചു. ഇന്ന് രാത്രിയും ദൈവവചനം കേൾക്കാൻ കടന്നു വന്ന ഓരോ മക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പഴയ നിയമം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, സ്വത്രം പുറപ്പാട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഓരോ ഭാഗങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് തന്റെ ഭക്തന്മാരെ ദൈവം നടത്തുക മാത്രമല്ല, ഇറങ്ങി വിളിക്കേണ്ടത് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് സ്വത്രം അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ഭക്തന്മാരെ നടത്തി. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മോശ എന്ന ഭക്തനെ വിളിച്ചു വേർതിരിച്ചു ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് അയച്ച് ലക്ഷം ഇസ്രായേൽ മക്കളെ പൊട്ടിച്ചെടുക്കുവാൻ ഒരു അധികാരം പറഞ്ഞ് അയച്ച ദൈവം ഈ ദേശത്തും ചിലതിനെ പൊട്ടിക്കാൻ, ചില മുഖങ്ങളെ ഉടയ്ക്കാൻ, ചില അന്ധകാര ശക്തികളെ അഴിക്കാൻ, പാരമ്പര്യത്തിന്റെ തായ്വേരുകളെ ഉടയ്ക്കാൻ, ശീതമാനമല്ല ഉഷ്ണമാനമല്ല അതിരിക്കുന്ന വ്യക്തികളെ തൊടാൻ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദേശത്ത് ഒരു കുളപ്പടി പോലെ ശേഷിക്കാതെ പുറത്തെടുക്കുന്ന ഒരുവൻ ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ വഴി നടത്തുമ്പോൾ പാറയ്ക്കകത്ത് വെള്ളം ഒരുക്കി വെച്ച് സൂക്ഷിച്ച ദൈവം മാറയ്ക്കകത്ത് സ്വത്രം മരച്ചില്ല വെട്ടിയിട്ട് മതിലമാക്കിച്ച ദൈവം ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. കാട പക്ഷിയെ പറന്ന് നിർത്തിച്ച എന്റെ
ദൈവം ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിടുവിക്കുന്ന, യുദ്ധം ചെയ്യുന്ന യുദ്ധവീരൻ, യോശുവയുടെ മുൻപിൽ ഇറങ്ങിയ അതേ യഹോവയാകുന്ന ദൈവം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ സ്തോത്രം. മോശയോട് കൂടെ ഇരുന്ന ദൈവം, യോശുവയോട് കൂടെ ഇരുന്ന ദൈവം, അബ്രഹാമിന് ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്ന ദൈവം, അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്ന ദൈവം ഇന്ന് രാത്രി ഈ ദേശത്ത് ഈ ശബ്ദ പരിധിക്കുള്ളിൽ മാന്യ ശ്രോതാവേ നിന്റെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. യേശു മാറാത്ത ദൈവം, യേശു വാഗ്ദത്തങ്ങൾ വിശ്വാസൻ, യേശു ആളിൽ കൂടെ ഇരിക്കുന്ന ദൈവം, കണ്ണുനീരൊപ്പുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ആ ദൈവം ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നിട്ടുണ്ട്. വേദനയോടെ ഇരിക്കുന്നുവോ, ഭാരത്തോടെ ഇരിക്കുന്നുവോ, ഞരക്കത്തോടെ ഇരിക്കുന്നുവോ, കണ്ണുനീരോടെ ഇരിക്കുന്നുവോ, കലങ്ങിയിരിക്കുന്നുവോ, ഇന്ന് രാത്രി നിന്റെ കലക്കം മാറ്റാൻ, ഓ കണ്ണുനീര് മാറ്റാൻ, ദുഃഖം മാറ്റാൻ, രോഗം മാറ്റാൻ, പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ മാറ്റുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി ആ യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേദപുസ്തകം തുറന്ന് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5, 6, 7. എന്നാൽ എനിക്ക് പ്രസംഗിക്കേണ്ട ഭാഗം വെളിപ്പാട് പുസ്തകം 19:7 വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 വാക്യം വായിച്ചിട്ട് മത്തായി എഴുതിയ സുവിശേഷം ഗിരിപ്രഭാഷണത്തിൽ നിങ്ങൾ കടന്നു പോകുന്നു. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 19 അധ്യായം 7 വാക്യം വായിച്ചേ. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. അവന്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്ന കാന്തയെ ചേർപ്പാൻ രാജാതിരാജാവ് വരാറായി. പറഞ്ഞേ, തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്ന കാന്തയെ ചേർപ്പാൻ രാജാതിരാജാവ് വരാറായി. അത് ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 6, 7 അധ്യായം വായിക്കുമ്പോൾ ആഴമായ സ്തോത്രം തിരുവചനങ്ങളാണ് യേശു ക്രിസ്തു എഴുതിയിരിക്കുന്നത്. ഗിരിപ്രഭാഷണം അത്രേ അതിനകത്ത് കിടക്കുന്ന വാക്യങ്ങൾ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അപ്പനെ കണ്ടുമുട്ടി അപ്പൻ ജീവിക്കുന്ന ഒരു പൈതൽ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നും എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ സ്തോത്രം കർത്താവിന്റെ നാമത്തിൽ നിൽക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടതെന്നും മുഴുവൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വേദപുസ്തകമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് വ്യക്തവും ശക്തമായി ജീവിക്കേണ്ട സകലതും എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ സത്യവേദ പുസ്തകം. ഇത് ദിവസം തോറും പ്രാർത്ഥിക്കുന്ന തലമുറ ദേശത്ത് നിൽക്കട്ടെ. ഒരു കൂട്ടം വ്യക്തികൾ പ്രാർത്ഥിക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം ആരംഭ വചനം വായിക്കാം. ആരംഭ വചനം വായിച്ചേ. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. യേശു പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ. അത് വായിക്കുന്നതിന് തൊട്ട് താഴെ 10-ാം വാക്യം മുതൽ വായിക്കാം. 5-ന്റെ മുതൽ. നീതി നിമിത്തം, ഈ മുകളിലത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം, പിന്നെ ആകട്ടെ വായിച്ചേ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, നീ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിന് വേണ്ടി ഇറങ്ങിയ ക്രിസ്തുവിന്റെ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഉപദ്രവം വരും. പാതറിപ്പോകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗം അത്ര വിലപിടിപ്പാണ്. എന്റെ യേശു അത്ര വിലപിടിപ്പുള്ളവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിന്ദകളും ദുഷികളും ഒറ്റപ്പെടലൊക്കെ വന്നിരിക്കാം. എന്നാൽ സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ട പൈതല് ഇതൊക്കെ നിസ്സാരമാണ്. ഇതൊന്നും കണ്ട് പേടിച്ച് കുലുങ്ങുന്നതല്ല. സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ട ദൈവ പൈതൽ ഇതൊക്കെ കാണുമ്പോൾ തളർന്നു പോകുന്ന ആളല്ല. യേശുവിന്റെ രാജ്യത്തിൽ പോകാൻ വിളിക്കപ്പെട്ട പൈതൽ പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോഴും പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും ഒരു തിളങ്ങുന്ന മുത്തായി പുറത്തു വരും. ഹല്ലേലൂയ. തീച്ചൂളക്കകത്തുനിന്ന് വെളി വരുമ്പോൾ അടുത്തൊരു അഭിഷേകം പ്രാപിച്ച്, അടുത്തൊരു ശക്തി പ്രാപിച്ച്, അടുത്തൊരു കൃപ പ്രാപിച്ച് പുറത്തു വരും. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അടുത്ത വരി. സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത്. അടുത്ത് എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവ് പറയണ, മക്കളെ, നിനക്ക് എന്നെ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നീ പേടിക്കരുത്. ഒരു ഭാഗ്യം വരാൻ നിൽക്കുക. ഹല്ലേലൂയ. ഈ പ്രശ്നം നിന്നെ നഷ്ടത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, ലാഭത്തിലേക്ക്. ഓ ഹല്ലേലൂയ. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. അപ്പോസ്തലൻ പറയുകയാണ്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഇറങ്ങി വരുമ്പോൾ കർത്താവിന്റെ പൈതങ്ങൾക്ക് ചിലപ്പോ നീതി നിമിത്തം ഉപദ്രവം വരാം. പേടിക്കരുത്. ഒരു ദൈവ പൈതലിന് വരുന്ന കഷ്ടങ്ങളൊന്നും സാരമല്ല. അതിന്റെ അപ്പുറത്ത് വലിയൊരു സന്തോഷമുണ്ട്, വലിയൊരു ആനന്ദമുണ്ട്, വലിയൊരു വിടുതലുണ്ട്. ഈ കണ്ണുനീര് മാറിപ്പോകും, ഈ നിന്ന നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രതിസന്ധി കണ്ട് പേടിക്കരുത്. ഉപദ്രവം വരും, പക്ഷേ
ഒരു ദൈവത്തിന്റെ പൈതലോട് പറയുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നത് കൊണ്ട് ദൈവമക്കളെ നീ സന്തോഷിക്കണം. ഹല്ലേലൂയ. അപ്പച്ചന്റെ മക്കളോട് അപ്പച്ചൻ പറയുകയാണ്, നീ സന്തോഷിച്ചോളണം. എന്നോട് നിങ്ങളോട് ഇന്ന് രാത്രി പറയുകയാണ്, സ്വത്രം അപ്പന് വേണ്ടി ഇറങ്ങാൻ കർത്താവ് ചിലരെ പൊട്ടിക്കാൻ പോകുകയാണ്. ഈ ദേശത്ത് ചിലരെ പൊട്ടിക്കും. പക്ഷെ പൊട്ടിച്ചിറങ്ങുമ്പോൾ പട്ടുമെത്തയല്ല, പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. ലോകത്തിന് പട്ടുമെത്തയല്ല ചിലപ്പോൾ കിട്ടുന്നത്. സ്വത്രം ഏതൊക്കെ ഭാഗത്തൂടെ കൊണ്ടുപോയി കർത്താവിൻ നമ്മളെ ഉടച്ച് പണിത് കർത്താവിന്റെ മിനുസമുള്ള പാത്രമാക്കി മാറ്റണമോ അതുപോലെ മാറ്റുവാൻ ഈ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. പ്രസംഗിക്കാൻ എല്ലാവർക്കും അറിയാം, പാടാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ജീവിതത്തിനകത്ത് യേശു വരിക എന്ന് പറഞ്ഞാലാണ്. പ്രസംഗിക്കാൻ ആർക്കും അറിഞ്ഞൂടത്തെ? കൊച്ചു പിള്ളേർക്ക് എന്തറിയാം? പ്രസംഗം അറിയാം, വചനം പ്രസംഗിക്കാൻ ശക്തമായിട്ട് അവർക്ക് അറിയാം. പക്ഷെ ഇത് എൻ്റെ നിങ്ങളുടെ ജീവനായി ജീവിതമായി മാറിയില്ലെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൽ യേശു ഇരുന്നു കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. സ്വത്രം. യേശു നിന്നുകൊണ്ടല്ല അവിടെ പ്രസംഗിച്ചത്, ഇരുന്നു കൊണ്ടാണ് പ്രസംഗിച്ചത്. ഒന്നാമത് പറഞ്ഞു, മക്കളെ നീ എനിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ നീ പേടിക്കരുത്, സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലമുള്ളത് കൊണ്ട് സന്തോഷിച്ചോളണം. വീണ്ടും അടുത്ത ഭാഗം വായിക്കുമ്പോൾ 13-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഭൂമിയുടെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മുകളിൽ കിടക്കുന്നു. മുമ്പേ പ്രവാചകന്മാരെയും ഉപദ്രവിച്ചുവല്ലോ. പ്രവാചകന്മാർക്ക് ഉപദ്രവമുണ്ടായി, പ്രതിസന്ധികൾ ഉണ്ടായി. എന്നിട്ടും അപ്പനെ തള്ളിപ്പറഞ്ഞില്ല. ഒരു വലിയ സൈന്യം ഇന്നും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, എബ്രായർ 12:1, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഹല്ലേലൂയ. നമുക്ക് മുൻപിൽ ഒരു ഓട്ടമുണ്ട്, ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം എങ്ങനെ ഓടണം? തിരിഞ്ഞോക്കിയല്ല, സ്ഥിരതയോടെ. നിന്നും ഇരുന്നുമല്ല, പിന്മാറിയും വീണ്ടും എഴുന്നേറ്റുമല്ല, പിന്നെ സ്ഥിരതയോടെ സ്ഥിരമായി ഓടുവാൻ ദൈവം പറയുന്നു. രക്തസാക്ഷികളുടെ വലിയൊരു നിര നമുക്ക് 11-ാം അധ്യായത്തിൽ കാണാം. 12-ാം അധ്യായം ആരംഭത്തിൽ പറയുന്നു, സ്വത്രം. ആകയാൽ ഇത്രയും പ്രശ്നങ്ങളുള്ള മക്കൾ ഈ പ്രശ്നത്തിലൂടെ ജീവിച്ചപ്പോഴും അവർ ദൈവത്തെ തള്ളി പറയാതെ ഭേദ്യമേറ്റ ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു. സ്വത്രം. ശരീരത്തെ ഈ സ്കിന്നിനെ മൊത്തം പൊളിച്ചെടുക്കാൻ നിന്നുകൊടുത്ത ഒരുപാട് ദൈവമക്കൾ ഉണ്ടായിരുന്നു. രക്തം ചൊരിയിച്ച ദൈവമക്കൾ, കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ ഒരുപാട് പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ആകയാൽ എന്നിട്ടും ദൈവത്തെ തള്ളി പറയാത്ത ഒരു കൂട്ടം പേരുള്ളത് കൊണ്ട് ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. കാരണം സ്വർഗം അത്രയ്ക്ക് വിലപിടിപ്പാണ്. എന്റെ യേശു അത്രയ്ക്ക് വലിയവനാണ്. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിക്കുമ്പോൾ പേടിക്കരുത്. ഏതൊക്കെ പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും അവരുടെ നടുവിൽ നമ്മൾ നടത്തുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ ഭാഗം യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. വായിച്ചേ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട്? ദൈവവൈതലിനെ കുറിച്ച് കർത്താവ്, മക്കളെ, നല്ല ഉപ്പാരാ? നല്ല ഉപ്പാരാ? യേശു. യേശു നല്ല ഉപ്പ. യേശുവിടെ നല്ലത് മാത്രമേ ഉള്ളൂ. യേശുവിലൂടെ വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല ഉപ്പാകുന്ന യേശു എന്നോട് നിങ്ങളോട് പറയണം, മക്കളെ, വചനം പ്രസംഗിച്ചോ, പ്രാർത്ഥിച്ചോ, പാടിക്കോ, എല്ലാം ചെയ്തോ. പക്ഷേ ഞാൻ നിന്നെ ഉപ്പാക്കിയിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് നീ രുചി കൊടുക്കണം. നിന്റെ ദേശത്ത് നീ രുചി കൊടുക്കണം. നിന്റെ ഭവനത്തിനകത്ത് നീ രുചിയായിരിക്കണം. നീ രാത്രികളിൽ രുചിയായിരിക്കണം, പകൽ രുചിയായിരിക്കണം. ഹല്ലേലൂയ. പുറത്തുള്ളൊരു കപടവേഷം മാത്രമല്ല, നീ രുചിയുള്ള ആളായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് നമ്മൾ കാണുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രുചിയുള്ളവരാണോ നമ്മൾ? യേശു കർത്താവ്, മോനെ ഞാൻ നിന്നെ ഉപ്പാക്കി വെച്ചിരിക്കുക. നീ എന്ത് ചെയ്യണം? രുചി കൊടുക്കണം. ഉപ്പ് ഒന്ന് അതിന്റെ കളർ കാണുമ്പോഴേ കൊള്ളാം അല്ലേ? നല്ല കളറല്ലേ? അതിന്റെ കളർ കാണുമ്പോൾ വെള്ളയാണല്ലേ? അർത്ഥം വിശുദ്ധ പൈതലായി നീ ജീവിക്കണം. ശുദ്ധി, വിശുദ്ധി. വിശുദ്ധി എന്തെന്നാ? വാങ്ങാൻ കിട്ടുന്നതാണോ? അല്ല. പിന്നെ എന്തോന്നാ വിശുദ്ധി? ശുദ്ധി എന്ന് പറഞ്ഞാൽ അഴുക്കുള്ള പാത്രം കഴുകുന്നതാണ് ശുദ്ധി. അഴുക്കായ പാപിയായ എന്നെ കഴുകി യേശുവിന്റെ രക്തത്താൽ കഴുകുമ്പോൾ ഞാൻ ശുദ്ധിയുള്ള ആളായി മാറും. ശുദ്ധിയുള്ള പാത്രത്തിൽ യേശുവിന്റെ സ്വഭാവം നിറയുന്നതാണ് വിശുദ്ധി. വേറെ ഒന്നുമല്ല വിശുദ്ധി. യേശു എന്നിൽ നിറയുമ്പോൾ, യേശുവിന്റെ സ്വഭാവം എന്നിൽ നിറയുമ്പോൾ എന്നിലൂടെ വരുന്നത് യേശുവിൻ്റെത് മാത്രമായിരിക്കും. അതാ വിശുദ്ധി. അല്ലാതെ വിശുദ്ധി വാങ്ങാൻ കിട്ടത്തില്ല. യേശുവിന്റെ സ്വഭാവമാണ് വിശുദ്ധി. യേശുവിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ വിശുദ്ധി. ആ വിശുദ്ധി എന്റെ അകത്തും നിങ്ങളുടെ അകത്തും വരണം. കർത്താവ് പറയുന്ന, മക്കളെ, നീ ഉപ്പാണ്. ഒന്ന്, ഉപ്പ് കാണുമ്പോൾ നല്ല വെള്ള കളറാണ്. അതുകൊണ്ട് മക്കളെ, കപടം വേണ്ട. നിന്റെ രഹസ്യവും നിന്റെ അകത്തും നിന്റെ ഒറ്റയ്ക്കും നിന്റെ കൂട്ടത്തിനകത്തും എല്ലായിടത്തും നീ എന്റെ പ്രകാശമായി, എന്റെ ഉപ്പായി ഇരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ഉപ്പ്
ഒന്ന്, അതിന്റെ കളറ് നല്ല വിശുദ്ധമാണ്. രണ്ട്, അത് രുചി കൊടുക്കും. മക്കളെ, നിന്റെ വായ കൊണ്ട് സംസാരിക്കുമ്പോൾ വേദനിപ്പിക്കുന്നതല്ല, കരയിപ്പിക്കുന്നതല്ല, രുചിയുള്ളതായി നിന്നെ ഉപ്പാക്കിയിരിക്കുന്നത് രുചി ഉള്ളതാക്കി മാറ്റാനാണ്. മൂന്ന്, ഒരു കാര്യം കൂടെ പറയാം. മൂന്ന്, കേട് ഇല്ലാതെ ഭക്ഷണത്തെ ചിലതിനെ സൂക്ഷിക്കാൻ ഉപ്പ് പ്രയോജനം ചെയ്യും. പുളിക്കകത്ത് ഉപ്പിട്ടില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? പുളി വാരി വെക്കുമ്പോൾ ഉപ്പിട്ടില്ലെങ്കിൽ അത് കുഴപ്പം വരത്തില്ലേ? അപ്പൊ കേടുകൂടാതെ ചിലതിനെ സൂക്ഷിക്കുന്നത് ഉപ്പാണ്. എന്റെ കർത്താവ് മക്കളെ, ചിലതിനെ കേടുകൂടാതെ ക്രിസ്തുവിനായിട്ട് പൊക്കിയെടുക്കാൻ ഉപ്പാകുന്ന നിന്നെ ഞാൻ കാണുകയാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ, കണ്ടോ, കാരമുണ്ട് ഉപ്പിന്. അതില്ലെങ്കിൽ ഒരു പ്രയോജനം. പള്ളി പോകും, അന്യഭാഷ പറയും, പാടും, സ്തുതിക്കും, നൃത്തം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ എന്തില്ല? ഉപ്പില്ല. ആരും അംഗീകരിക്കാനും യേശു എന്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഉപ്പുണ്ടായിരിക്കും. അമ്മേ, ക്രിസ്തു വന്ന ആളിനെ തിരിച്ചറിയാം. അയാൾ പ്രസംഗത്തിലൂടെ അല്ല മാത്രം അറിയുന്നത്, പ്രാർത്ഥനയിലൂടെ മാത്രം ദൈവം അറിയുന്നത്. ജീവിതത്തിനകത്ത് അയാളുടെ അകത്ത് യേശു ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അറിയാം. രാത്രി ഞാൻ പറയട്ടെ, യേശു പറയുന്ന മക്കളെ, നീതി നിമിത്തം ഉപദ്രവം വരും. ഒരുപാട് പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. നീ തളരല്ലേ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. രണ്ട്, കർത്താവ് പറയുന്നു, നീ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് ഒരിക്കലും കാരമില്ലാതാകാൻ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ കാരം പോകും. പാപം ചെയ്താൽ പന്ത് പോലെ തട്ടും. ശിംശോന്റെ കൃപ പോയത് ദലീമയുടെ മടിയിൽ വീണപ്പോഴാണ്. പാപത്തിന്റെ മടി ആര് വീഴുമോ അവന്റെ കൃപ പോയിരിക്കും. അമ്മേ, പിന്നെ പ്രസംഗിക്കാം ആർക്കാ പറ്റാത്ത? കൃപ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസംഗിക്കാൻ പറ്റൂലേ? പറ്റും. ആർക്കാ പ്രസംഗിക്കാൻ പറ്റാതെ? പക്ഷെ കാലം സൂക്ഷിച്ച്, വിശുദ്ധി സൂക്ഷിച്ച്, വേർപാട് സൂക്ഷിച്ച്, ക്രിസ്തുവിന്റെ വചനത്തിൽ, ക്രിസ്തുവിൽ ദൈവം പ്രസാദിക്കുന്നതിന് ജീവിതം നയിക്കാം. അപ്പാ, അങ്ങേക്ക് ഇന്നത്തെ എന്റെ ജീവിതം ഇഷ്ടമായോ? എന്റെ സംസാരം അങ്ങേക്ക് പ്രസാദമായോ? എന്റെ നോട്ടം അങ്ങേക്ക് പ്രസാദമായോ? എന്റെ ശുശ്രൂഷ അങ്ങേക്ക് പ്രസാദമായോ? സഭയ്ക്ക് പ്രസാദമായോ എന്നല്ല, ദേശത്തിന് പ്രസാദമായോ എന്നല്ല, കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന ആൾക്കാർക്ക് പ്രസാദമായോ, അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. എന്നെ വിളിച്ചിറക്കി വിട്ടിരിക്കുന്ന ദൈവത്തിന് പ്രസംഗം ഇഷ്ടമായോ? ദൈവത്തിന് പ്രസാദമായോ? യേശു പ്രസാദിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രസംഗിച്ച യേശു പ്രസാദിക്കൂല. എന്റെ അകത്ത് പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന് മാത്രമേ വിലയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യന്റെ പ്രസംഗത്തിനല്ല വില, ആത്മാവിന്റെ പ്രസംഗത്തിനാണ് വില. ദൈവത്തിന് സ്തോത്രം. അത് സ്വർഗം പ്രസംഗിക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ പ്രസംഗിക്കണം. നമ്മൾ എത്ര പേർ ചിന്തിക്കാറുണ്ട്, എന്റെ ഇന്നത്തെ യാത്ര, ഇന്നത്തെ പ്രവർത്തനം, ഇന്ന് ഞാൻ ഉപജീവന മേഖലയ്ക്ക് പല മേഖലകളിലാണ് പോയത്, പക്ഷെ അവിടെ അങ്ങേക്ക് പ്രസാദമായിട്ടാണോ ജോലി സ്ഥലത്ത് ഞാൻ ആയിരുന്നത്? എന്റെ വീട്ടിനകത്ത്, എന്റെ പഠനത്തിനകത്ത്, എന്റെ ഔദ്യോഗിക മേഖലയ്ക്കകത്ത്, എന്റെ ശുശ്രൂഷയ്ക്കകത്ത്, എവിടെയാകട്ടെ, ഞാൻ എന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോൾ, ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ, ഞാൻ എന്റെ സ്വത്രം എന്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ, എന്തിനേറെ പറയുന്നു, മൊബൈലിൽ ഞാൻ സംസാരിച്ചപ്പോൾ, ഒരുപാട് കോൾ എനിക്ക് വന്നപ്പോ പലരോട് ഞാൻ സംസാരിച്ചു. പക്ഷെ സംസാരിച്ചപ്പോൾ ആ ശബ്ദമെല്ലാം അങ്ങ് കേട്ടല്ലോ, പക്ഷെ അത് അങ്ങേക്ക് പ്രസാദമായോ? ഓ ജീസസ്. നമ്മൾ നോക്കുന്നതായിരുന്നു അറിയുമോ? നമ്മളെ കൂടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മളെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ? അവർ 100 മാർക്ക് ഇട്ടോ? അവർ 0 ഇട്ടാലും കുഴപ്പമില്ല. യേശു 0 ഇടാതിരുന്നാ മതി. യേശു പ്രസാദിച്ച മതി. മനുഷ്യന്റെ പ്രശസ്തി അല്ല, അതിവിടെ തീരും. ദൈവത്തിന്റെ സ്തോത്രം. യേശു മനുഷ്യന്റെ മുഖമല്ല നോക്കിയത്, ദൈവത്തിന്റെ മുഖം. ദൈവത്തിന്റെ വേലക്കാർ മനുഷ്യന്റെ മുഖം നോക്കിയല്ല ശുശ്രൂഷിച്ചത്. അവരെല്ലാം ദൈവത്തിന്റെ വേലക്കാർ വേലയെ നോക്കി, ദൈവത്തെ നോക്കി, ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി ശുശ്രൂഷിച്ചു. അപ്പൊ കാരമുള്ള ഉപ്പായി ജീവിക്കണം. ഒരു ദൈവവൈദ്യൻ എപ്പോഴും എങ്ങനെ ഇരിക്കണം? പ്രസംഗം മാത്രമല്ല, പാട്ട് മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനം കൊണ്ട് മാത്രം തീർന്നില്ല, അഭിഷേകം പ്രാപിച്ചു അതുകൊണ്ട് മാത്രം തീർന്നില്ല. ഓരോ സെക്കൻഡ് ക്രിസ്തുവിൽ ജീവിച്ച് ഒരു ജയാളിയായി, ഓ ജീസസ്, അങ്ങനെ ഒരു ജയാളിയായി ജീവിക്കണം. അടുത്ത വാക്യം വായിച്ചേ. കാലമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ പുറത്ത് കളയും. നോക്കിയേ, പ്രസംഗിച്ചിട്ട് ജീവിതം ശരിയല്ലെങ്കിൽ ആളുകൾ ചവിട്ടൂല്ലേ? നീ എന്തിനാണ് ഈ വേദപുസ്തകം കൊണ്ട്, ഞാനൊരാളെ ചോദിക്കും, എന്തിനാണ് ഇതും കൊണ്ട് ഇതിനൊന്ന് മുറ്റത്തടിപ്പിക്കാൻ? എന്താണ് ഇത് പറയുന്നത്? നമ്മളെ സ്വഭാവം ശരിയല്ല. ദൈവത്തിന് സ്തോത്രം. മുറ്റത്തടിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാരണം എന്താ? സ്വഭാവം ശരിയല്ല. പാട്ടുകാരൻ പാടി, ജീവിതമെന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കും കർത്തനേ വന്നു, ജീവൻ ശക്തിയും സ്നേഹവും തന്നെ
ഇത് 5, 6, 7 അധ്യായം ഗിരിപ്രഭാഷണമാണ്. പക്ഷെ 7-ാം അധ്യായം അവസാനം 24, 25 വാക്യം വരുമ്പോൾ യേശുക്രിസ്തു പറയുന്ന വരിയിലേക്കാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. അവിടെ 7-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ അതിനകത്ത് 2 പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. 2, മണൽമേൽ വീട് പണിത മനുഷ്യൻ. 2 വീട് പണിയുന്നതിനെ കുറിച്ചാണ് 7-ാം അധ്യായത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പണിയുന്ന വീട് അത് നോക്കിക്കൊള്ളുന്നു. ഞാൻ കർത്താവിനെ ഉയർത്തുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് സ്വത്രക്കാരമില്ലാത്ത ഉപ്പാണെങ്കിൽ എൻ്റെ കർത്താവ് നോക്കിയിട്ട് പറയും, ശാലിനി, നീ പണിതുകൊണ്ടിരിക്കുന്ന എല്ലാം മണലിന്റെ പുറത്താണ്, അത് വന്ന് വീഴും. അതിന്റെ വീഴ്ച വലിയതായിരിക്കും. നീ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വീഴ്ച വീഴും. അതുകൊണ്ട് നീ പണിയുന്നത് മണലിലാകല്ലേ, നീ പാറപ്പുറത്തായിരിക്കണം, നീ ക്രിസ്തുവിലായിരിക്കണം. ഹല്ലേലൂയ. പണിയുന്ന വചനപ്രകാരമായിരിക്കണം, ക്രിസ്തുവിലായിരിക്കണം. നോക്കി അടുത്തവർ വായിച്ചേ. മനുഷ്യൻ ചവിട്ടാതിരിക്കണമെങ്കിൽ കാരമുള്ള ഉപ്പാകണം. അടുത്ത മനുഷ്യർ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നും പിന്നെ കൊള്ളുന്നതല്ല. അടുത്തവർ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ ആരാണ്? എന്നോട് കർത്താവ് പറയണം, നിങ്ങളോട് പറയുകയാണ്, മക്കളെ, ഇരുട്ടത്ത് കിടക്കുന്ന ജനത്തിനെ എൻ്റെ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളെ ഞാൻ വെളിച്ചങ്ങളാക്കിയിരിക്കുകയാണ്. എന്തെന്ന്? വെളിച്ചം. ആ വെളിച്ചം കാത്തു സൂക്ഷിച്ചു കൊള്ളാം. കർത്താവ് പറയാണ്, ഉപദ്രവം വരും, നിന്നെ ഉപ്പാക്കിയിരിക്കുന്നു, നഷ്ടപ്പെടുത്തരുത് കാരം, നിന്നെ വെളിച്ചമാക്കിയിരിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചം. യേശു പോയപ്പോൾ നമ്മളെ വെളിച്ചമാക്കിയിട്ടാണ് പോയത്. ഇന്ന് നമ്മൾ ഓരോരുത്തരെ ആരാക്കിയിരിക്കുന്നു? വെളിച്ചമാക്കിയിരിക്കുക. എന്തിനു വേണ്ടി? ഇരുട്ടത്ത് പ്രകാശിക്കാൻ. ഏത് പാപം നമ്മളെ വരുമ്പോഴും ആ പാപത്തെ ജയിച്ച് പുറത്തു വരാൻ വെളിച്ചമാക്കിയിരിക്കുക. സ്വത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, മക്കളെ, നീ വെളിച്ചമായിട്ട് വേണം ജീവിക്കാൻ. 1, കാരമുള്ള ഉപ്പ്. 2, ഉപദ്രവം വരുമ്പോൾ നീ പിന്മാറല്. 3, നിന്നെ ചവിട്ടാൻ വിട്ടുകൊടുക്കല്. 4, നീ വെളിച്ചമായിരിക്കണം. പാപം ചെയ്ത് ഇരുട്ട് വരല്ലേ. ഒരു ദൈവവൈദ്യനോട് പറയുകയാണ്. വീണ്ടും അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. എന്നെ നിങ്ങളെ വച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? മലയുടെ മുകളിൽ. പക്ഷെ നമ്മളെ സ്വഭാവ ദോഷം കൊണ്ട് ആകെപ്പാടെ ഇപ്പൊ കട്ടിലിന്റെ അടിയില് കിടക്കുക. ഒറ്റ എണ്ണ അംഗീകരിക്കത്തില്ല, പ്രാർത്ഥിച്ചാലും അംഗീകരിക്കത്തില്ല, പാടിയാലും ഓ അവനോ അവളോ. കാരണം എന്താണെന്നറിയാമോ? സംഭവം എന്താ? മലമേറ്റിരുന്നത് പാപം ചെയ്തപ്പോ താഴെ പോയി. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പാപം വരുമ്പോൾ അമ്മേ നമ്മൾ താഴെ പോകും സഹോദരങ്ങളെ. അതിന് കർത്താവ് കൃപ തന്നാലേ ജയിക്കാൻ പറ്റൂ. പാപത്തെ ജയിച്ചോളണം. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ 17-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അടുത്ത് വായിക്കുമ്പോൾ വായിച്ചേ. ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് ഞാൻ വന്നത്. അടുത്ത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും എല്ലാം മാറിപ്പോയാലും തിരുവചനത്തിലെ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരത്തില്ല. അടുത്ത് വരിക. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. അതിന്റെ അർത്ഥം എന്താ? മക്കളെ, നീ നിന്നെ തന്നെ ഉടച്ച് എന്നിൽ ജീവിച്ച് എന്റെ ആത്മാവിലെ നീ ശുശ്രൂഷിക്കാവൂ. കണ്ടോ? ഹല്ലേലൂയ. കണ്ടോ? നീ പഠിപ്പിക്കുമ്പോൾ, നീ പറയുമ്പോൾ, നീ പറയാൻ വിടരുത്. പിന്നെ ആര് പറയണം? യേശു പറയണം. ഹല്ലേലൂയ. കർത്താവിനെ ആശ്രയിച്ചോളണം. എപ്പോഴും ദൈവം മുമ്പാകെ വീണോളണം. അടുത്ത വരി. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയ. നമ്മളൊക്കെ ആണെങ്കിൽ ആചരിക്കാതെ പഠിപ്പിക്കാൻ മിടുക്കനാണ്. 10 പേരോട് പറഞ്ഞു കൊടുക്കാൻ, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നീ വെട്ടേറ്റ് വീഴും, നീ തകർന്നു പോകും, നീ തീർന്നു പോകും, ഇത് പറയാനൊക്കെ നമുക്ക് നല്ല എളുപ്പമാണ്. പക്ഷെ ആചരിക്കുന്ന കാര്യം വരുമ്പോ നമ്മൾ ആചരിക്കത്തിൽ ഇരിക്കുന്ന ആളുകളെല്ലാം പ്രസംഗിക്കുന്ന നമ്മളെല്ലാം തികഞ്ഞവരാണ്. നീ അങ്ങനെ കണ്ടോ? പ്രസംഗിക്കുന്ന എല്ലാവരും തികഞ്ഞവരാണ്. നീ എന്നല്ലേ പറയുന്നത്? പ്രസംഗിക്കുന്ന എല്ലാവരും തികഞ്ഞവരാണ്. അപ്പൊ കർത്താവ് പറഞ്ഞ, നീ ദൈവവചനം പറയുമ്പോൾ, അല്ലെങ്കിൽ നീ മറ്റൊരാളിനോട് ഉപദേശന്മാരെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്ന ഒരു അനുഭവം എൻ്റെ അകത്ത് വരണം. അവൻ നീതി യേശുവിലേ ഉള്ളൂ. യേശുവിലൂടെ ആ നീതിയിലേക്ക് എത്തണം. അതൊന്നും പറയാൻ സമയം പോരാ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 20-ാം വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? ജീവിതത്തിനകത്ത് മാറ്റം വരണം. സ്വർഗത്തിൽ പോകണം. എന്ത് വരണം? മാറ്റം വരണം. അടുത്ത് 21 മുതൽ കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരോട് അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നു. കണ്ടോ? കോപം നമ്മളെ വിട്ടു പോകണം. കോപം കൊലയാണ്. കോപം ചെയ്യുന്നവൻ കൊല ചെയ്യുന്നു.
എന്നാണ് അതിന്റെ അർത്ഥം. കോപിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? കൊല ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു സമാധാന വാക്കുണ്ട്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. കണ്ടോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ട് ഇരിക്കരുത്. കോപം വന്നാൽ കൊല ചെയ്തതിന് തുല്യമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ എത്ര വരെ കൊന്നു നോക്കിയേ? 10 പ്രാവശ്യം കോപിച്ചെങ്കിൽ 10 വരെ എന്ത് ചെയ്തു? കൊന്നു. അപ്പൊ നമുക്ക് നീതി ഉണ്ടോ? ഇല്ല. ഒന്ന് വായിച്ചാ മതി. ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. എവിടെ പോകുന്നു? അഗ്നിനരകത്തിനകത്ത്. തോന്നിയ ദിവസം പോലെ ഓരോരുത്തരെ പേരിട്ട് വിളിക്കുന്ന കണ്ടിട്ടില്ലേ? കണ്ണ് കോണിയിരുന്നാ പറയും കണ്ണ് കുഴപ്പം വന്നു, മൂക്ക് കോണിയിരുന്നാ പറയും അതൊക്കെ എന്റെ മൂക്കെല്ലാം കറക്റ്റാ. ഉണ്ടോ? കർത്താവിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ ഓരോരുത്തരെയും കർത്താവിന്റെ ഹിതപ്രകാരം കർത്താവ് ഒരുക്കി വിട്ടിരിക്കുകയാണ് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. യേശു നടന്നതുപോലെ നടക്കാൻ ജീവിക്കാൻ വിട്ടിരിക്കുമ്പോൾ നമ്മൾ അവരെ നോക്കി കുറ്റപ്പെടുത്തി അവരെ മുഖത്തെ അവരെ ചുണ്ടിനെ അവരെ വായ അവരുടെ മുഖ ഷേപ്പിനെ അവരുടെ കാതിനെ നമ്മൾ തെറ്റു പറഞ്ഞ് അവരുടെ കൈ അവരുടെ നടപ്പ് അവരുടെ പൊക്കത്തെ കളിയാക്കി പരിഹസിക്കുമ്പോൾ പൈതലെ ചിന്തിച്ചോ, ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ ഉണ്ട്. ഹല്ലേലൂയ. ആരെയും കുറ്റപ്പെടുത്താനല്ല ദൈവം പറഞ്ഞത്, ആരെയും മൂടാതെ വിളിക്കാനല്ല. അടുത്ത വരി വായിച്ചേ. ആകയാൽ എന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ അടുത്ത് പറയുന്നത് പിണങ്ങിയിരിക്കരുതെന്ന്. ആരോടും എന്ത് ചെയ്യല്ലേ? പിണങ്ങരുത്. ദൈവമായി തന്നെ പിണക്കം പാടില്ല. അപ്പനെപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ആരോടും പിണക്കം പാടില്ല. വീട്ടിനകത്ത്, വീട്ടിന്റെ പുറത്ത്, ദേശത്തിൽ, കൂട്ടുകാരോട്, സഭയ്ക്കകത്ത് എത്ര പേർക്ക് പിണക്കമുണ്ട്? ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിണങ്ങരുതേ. ഹല്ലേലൂയ. വീണ്ടും 33-ാം വാക്യം വരുമ്പോൾ അതിൽ പറയുന്നു കള്ളസത്യം ചെയ്യുന്നത്. കണ്ടോ? കള്ളസത്യം ചെയ്യരുത്. കൂട്ടുകാരനോ കള്ളസത്യം ചെയ്യരുത്. വായിച്ചേ. കള്ളസത്യം ചെയ്യരുതെന്ന് സത്യം ചെയ്തത് കർത്താവ് നിവർത്തിക്കണമെന്ന് എന്നും പൂർവ്വന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത്. സ്വർഗത്തെ കൊണ്ടരുത്. അത് ദൈവത്തിന്റെ സിംഹാസനം. ആണയിടുന്ന എത്ര പേരുണ്ട്? ബൈബിൾ അടി സത്യം ചെയ്യുന്നവർ, തലയിലടി സത്യം ചെയ്യുന്നവർ, മക്കളെ അടി സത്യം ചെയ്യുന്നവർ, ഭർത്താവിനെ ഭാര്യ അടിച്ച് സത്യം ചെയ്യുന്നവർ, അപ്പനെ അമ്മയെ അടിച്ച് സത്യം ചെയ്യുന്നവർ, സ്വർഗത്തെ അടിച്ച് സത്യം ചെയ്യുന്നവർ. അതെങ്ങനെ അടിക്ക് സ്വർഗത്തിൽ കയ്യെത്തും അല്ലേ? പറഞ്ഞങ്ങ് സത്യം ചെയ്യും. സ്വർഗത്തിനാണ്, ദൈവത്തിനാണ്. എന്തൊക്കെ ഉണ്ടോ ആണയിട്ടൂടാ. ഒരു ദൈവ വൈതലിനത് യോജിച്ചത് അല്ല. നമ്മൾ പണിയുന്നത് ക്രിസ്തുവിലാണോ മണലിലാണോ? നമ്മൾ ഓരോ കാര്യം പണിയുമ്പോൾ ചിന്തിച്ചോളണം. കള്ളം പറയുന്ന ആള് മണലിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് സ്വത്രം ആരും അറിയുന്നില്ല. പുറത്ത് സ്വത്രം, അകത്ത് കള്ളത്തനം. പണിയുന്നത് മണലിലാണ്. ദൈവത്തിന് സ്വത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആണയിടുന്നു, ദൈവം പറഞ്ഞതെല്ലാം ധിക്കരിക്കുന്നു, മണലിൽ പണിയുന്നു. ആൾക്കാർ കാണുമ്പോൾ നല്ല പിള്ള, പക്ഷേ സ്വത്രം അകത്താണെങ്കിൽ വേറും മോശം. ചിന്തിച്ചു നോക്കിയേ. ആൾക്കാർ കാണുമ്പോൾ ഏറ്റവും ഇതുപോലൊരു പിള്ള ഇല്ല, ഭൂമിയിൽ കിട്ടത്തില്ല. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ ഓ സ്തോത്രം. ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ ആരെന്ന്. ആമേൻ, സ്തോത്രം. 6-ാം അധ്യായം വീണ്ടും വായിക്കുമ്പോൾ നോക്കിയേ, മനുഷ്യൻ കാണുന്നതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ ഒരു ദൈവവൈദ്യനോട് പറയണം, മക്കളെ സ്വർഗത്തിൽ നിനക്ക് പ്രതിഫലം വേണോ? മനുഷ്യന്റെ മുമ്പിൽ അവരെ കാണിക്കാൻ വേണ്ടി നീ ഒന്നും എന്ത് ചെയ്യല്ലേ? ചെയ്യരുത്. വീണ്ടും പറയുന്നു, 2-ാം വാക്യത്തിൽ പറയുന്നു, ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യർ എല്ലാവരും കണ്ട് മാനം കിട്ടാൻ വേണ്ടി കൊടുക്കല്. സ്വർഗത്തിൽ ഇതൊന്നും എത്തത്തില്ല. എല്ലാം രഹസ്യത്തിലായിരിക്കും. നമ്മൾ 10 പേരെ പേര് വിളിച്ച് പറയാൻ നമുക്ക് സമാധാനമില്ല. അയ്യോ, 5 കിലോ അരി കൊടുത്താൽ 5000 ആളിനെ വിളിച്ചിരുത്തിട്ടേ കൊടുക്കും. 10 രൂപയുടെ 5 ബുക്ക് കൊടുത്താൽ പേര് വിളിച്ച് ഫ്രണ്ടില് സൗണ്ട് സിസ്റ്റം ലോകത്തിന്റെ അങ്ങറ്റം വെച്ചിട്ട് വിളിക്കും. തിരുവചനം പറയുന്നു, മക്കളെ നീ കൊടുക്കുന്ന രഹസ്യത്തിലായിരിക്കണം. കണ്ടോ? നമ്മൾ പണിയുന്ന എന്തിനു നോക്കിയേ? മണലിന്റെ പുറത്താണ് പണിതുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണിയും മണലിന്റെ പുറത്താണ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ 5-ാം വാക്യം 6-5 പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ അരുത്. 10 പേര് കാണിക്കാൻ, 10 പേരെ കേൾപ്പിക്കാൻ, അവരറിയട്ടെ എനിക്ക് പ്രാർത്ഥിക്കാൻ. നമുക്കറിയാം, ഹൃദയത്തിനകത്ത് അറിയാം എങ്ങനെയാണ് പ്രാർത്ഥന. ഒരു ദൈവ പൈതൽ രഹസ്യത്തിൽ അപ്പനും ഞാനും തമ്മിൽ സ്തോത്രം മണിക്കൂറുകൾ കർത്താവിനോട് ഇടപെടണം, കർത്താവിനോട് സംസാരിക്കണം. കർത്താവിനോട് നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും മാത്രമല്ല, വീട്ടിനകത്തും അറക്കകത്തും യേശുവിനോട് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് യേശുവേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന ഒരു പൈതലേ, നീ തകരുകയില്ല, ഉടയുകയില്ല, നീ വീഴുകയില്ല, നീ നഷ്ടപ്പെട്ടു പോകയില്ല. ഒരു ദൈവ പൈതലോട് പണി പറയുന്നു, മക്കളെ നീ പണിയുന്നത് പാറമേലാണോ അതോ മണലിന്റെ മേലാണോ? പാറമേലാണെങ്കിൽ അത് നിലനിൽക്കും, ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. മണലിന്റെ മേലാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ നീ വീണു പോകും. നിന്റെ പ്രാർത്ഥന രഹസ്യത്തിലായിരിക്കട്ടെ, വിശ്വാസത്തോടെ ആയിരിക്കട്ടെ, ആത്മാവിലായിരിക്കട്ടെ, ദൈവ ഹിതപ്രകാരമായി
വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ 16 വാക്യം 5 വാക്യം അങ്ങ് താഴോട്ട് പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതുപോലെ വായിച്ച് ഒരു 50 പ്രാവശ്യം പ്രാർത്ഥിക്കാനാണോ പറയുന്നതല്ല. ഇതുപോലെ വായിച്ച് 50 പ്രാവശ്യം പറയാനല്ല പറയുന്നത്. പിന്നെ എന്തോന്നാ പറയുന്നത്? സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവേ, എന്റെ പിതാവ് യേശു ആയിരിക്കണം. 2 സ്വത്രം. അപ്പ അങ്ങയുടെ നാമം ഞാൻ നിമിത്തം ദുഷിക്കപ്പെടരുതേ. ഇന്നത്തെ പകൽക്കാലം അപ്പച്ചാ നിന്റെ നാമം മഹത്വമായി മാറിയോപ്പാ. എവിടെയെല്ലാം അങ്ങ് ദുഃഖമേറ്റു. എന്റെ സ്വഭാവം കണ്ട് മറ്റുള്ളവർ ഇതാണോ ദൈവത്തിന്റെ മകൾ എന്ന് പറഞ്ഞത്? വെറും കള്ളവാന്ന് എത്ര പേര് പറയാനിടയായി തീർന്നു പൈതലെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ കർത്താവേ. എന്റെ പേര് നിമിത്തം, ഞാൻ നിമിത്തം, എന്റെ പാപം നിമിത്തം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് ഒന്നും വരല്ലെന്നാണ് എന്റെ അർത്ഥം. ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, അപ്പാ ഞാൻ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടരുത്. അടുത്ത വാക്യം സ്തോത്രം. നിന്റെ രാജ്യം വരണമേ. കണ്ടോ, നിന്റെ രാജ്യം. നമ്മൾ പണിത് വെച്ചിരിക്കുന്ന എല്ലാം നമ്മുടെ രാജ്യമാണ്. ഓ കർത്താവ് പറയുന്നു, മക്കളെ കർത്താവിന്റെ രാജ്യം എന്റെ അകത്ത് വന്നാൽ ജീവിതം മാറും. കുടുംബത്തിനകത്ത് വ്യത്യാസം വരും. ഇന്ന് രാത്രി വരട്ടെ. നമ്മുടെ രാജ്യമല്ല വരേണ്ടത്, ദൈവത്തിന്റെ രാജ്യം വരട്ടെ. ഭവനത്തിനകത്ത് ദൈവത്തിന്റെ രാജ്യം വന്നാൽ സാത്താന്റെ രാജ്യം വഴിയും, സാത്താന്റെ മണ്ഡലം വഴിയും, അന്ധകാര കെട്ടഴിയും, പിശാചിന്റെ വ്യാപാരം വഴിയും യേശുവിന്റെ രാജ്യം ഇറങ്ങി വരുമ്പോൾ ദുർഭൂതങ്ങൾ ഇറങ്ങി ഓടും. കുടുംബ തലങ്ങൾക്കകത്ത് മാറ്റം വരും. ഇന്ന് രാത്രി യേശുവിന്റെ രാജ്യം വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് യേശുവിന്റെ രാജ്യം വരട്ടെ. ഞാൻ കെട്ടിപ്പണിത് പൊക്കി വെക്കുന്നത് ഒന്നുമല്ല ആവശ്യം. ദൈവത്തിന് എന്താണപ്പാ എന്നിലൂടെ ആഗ്രഹം? ഈ 4 വിരൽ നീളമുള്ള ആയുസ്സിൽ കർത്താവ് എന്നിലൂടെ എന്താണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ ഇഷ്ടം മാത്രം ഓരോ ദിവസവും അങ്ങ് ചെയ്യണമേ. അങ്ങയുടെ ഹിതം മാത്രം ചെയ്യണമേ. ഒരാളിനോട് സംസാരിക്കണമെങ്കിൽ അങ്ങയുടെ ഇഷ്ടം മാത്രമായിരിക്കണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? വീണ്ടും അങ്ങോട്ട് വായിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം നോക്കി. ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 19 വാക്യം വായിക്കും. പുഴുവും തുരുമ്പും കെടുക്കുകയും വായിച്ച ആ വാക്യം വായിച്ചേ 19. എല്ലാവരും ശ്രദ്ധിക്കണമേ. ഞാൻ ടക്കനെ വായിക്കി പോവുക. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗ്ഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു. എവിടെ നിക്ഷേപം സ്വരൂപിക്കണം? സ്വർഗ്ഗത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ തകർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. ചെലവഴിക്കേ. എന്റെ നിക്ഷേപം യേശു തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിലുടയോനേ, എന്റെ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും അങ്ങിൽ തന്നെയാ. ദൈവത്തിന് സ്തോത്രം. നിക്ഷേപം എവിടെ പോകണോ? ഉയരങ്ങളിലായിരിക്കും. ഇവിടെ വെള്ളമെല്ലാം നശിച്ചു പോകും. നിക്ഷേപം സ്വർഗ്ഗത്തിലിരിക്കട്ടെ. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുവിൻ. അടുത്തത്. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് മതി. നിക്ഷേപം ഉയരത്തിലായിരിക്കട്ടെ. ഒരു ദൈവവൈദ്യർ എപ്പോഴും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് നോക്കാനും അവന്റെ ഓട്ടവും അവന്റെ പ്രാർത്ഥനയും അവന്റെ ആരാധനയും. അപ്പോൾ ഉണ്ട് വീട്ടിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരും. വീണ്ടും 7-ാം അധ്യായത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് 25 മുതൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനാൻ കൊണ്ടും വിചാരപ്പെടരുത്. എല്ലാം ദൈവം തരും. അപ്പന്റെ മക്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ലഭിക്കേണ്ടതെല്ലാം എന്റെ ദൈവം തന്നിരിക്കും. ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. വിളിച്ചിറക്കിയിട്ടുണ്ടോ അതത് സമയത്ത് തരേണ്ടത് തരിക തന്നെ ചെയ്യും. പണിയുന്നത് എവിടെ? മണലിലാണോ പാറപ്പുറത്താണോ? പ്രാർത്ഥിച്ചത് മറുപടി കിട്ടാൻ താമസിച്ചു എന്ന് കരുതി വീണു പോകരുത്. എനിക്ക് നിങ്ങൾക്ക് തരേണ്ടത് അപ്പോൾ തരും.
തരുവാൻ യേശുവിന്റെ കൈകളുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ വായിച്ച 26. ആകാശത്തിലെ പറവുകളെ നോക്കുവേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലേ? ആഹാരത്തെക്കാൾ എന്താ വലുത്? ജീവനാണ് വലുത്. എത്രയൊക്കെ മനസ്സിലായി? ഒരു അപ്പച്ചൻ 110 വയസ്സായ ഒരു അപ്പച്ചൻ ഈ ഭൂമി വിട്ടു പോയി. അപ്പച്ചന്റെ മക്കളെല്ലാം വിദേശത്താണ്. ശ്രദ്ധിച്ചു കേട്ടെ, ഇത് പറയാൻ വേണ്ടി. സ്വത്രം അങ്ങോട്ട് സ്പീഡിൽ പോകും. അപ്പച്ചൻ മരിച്ചു. അപ്പച്ചന്റെ മക്കളെല്ലാം വിദേശത്താണ്. അപ്പച്ചനെ മോർച്ചറിലാക്കി. മക്കളെല്ലാം വന്നു. മോർച്ചറിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. കുളിപ്പിക്ക് മുമ്പ് അമ്മച്ചി പറയുകയാണ്, മക്കളെ അപ്പച്ചന്റെ ഓട്സ് ഒന്ന് കാച്ചി കൊടുത്തിട്ട് നമുക്ക് കുളിപ്പിക്കാം എന്ന് പറഞ്ഞ ഓട്സ് കുടിക്കുമോ? അപ്പൊ ഓട്സ് കുടിക്കണമെങ്കിൽ ആളിന് എന്ത് വേണം? അപ്പൊ ശരീരത്തെക്കാൾ ആഹാരത്തെക്കാൾ വലുത് എന്തോന്നാണ്? ജീവൻ. ആഹാരത്തെക്കാൾ വലുതെന്താ? ജീവൻ. ഹല്ലേലൂയ. ആഹാരത്തെക്കാൾ വലുത് ജീവനും. അടുത്ത് എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും. ശരീരം ഉണ്ടെങ്കിലല്ലേ ഉടുപ്പിടാൻ പറ്റൂ. ശരീരം ഇല്ലെങ്കിൽ ഉടുപ്പിടാൻ പറ്റൂ. ദൈവത്തിന് സ്വതന്ത്രം. അപ്പൊ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യല്ലേ? നിത്യ ജീവനെ പ്രാപിച്ചോളണം. അതിനേക്കാൾ വലുതൊന്നും ഇല്ല. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. അടുത്ത വരി. ആകാശത്തിലെ പറവുകൾ അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടല്ലേ? നാളെ എന്ത് ചെയ്യും, മറ്റന്നാൾ എന്ത് ചെയ്യും വിചാരപ്പെടല്ലേ? ഒരു ദൈവവൈദ്യനോട് പറയാണ്, മക്കളെ നീ വിചാരപ്പെട്ട് മണലിലല്ല വീട് പണിയേണ്ടത്, നീ പണിയേണ്ടത് ക്രിസ്തുവിലാണ്. നിനക്കൊരു ഉറപ്പ് വേണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഓരോ സെക്കൻഡ് ഏതൊക്കെ ഭാഗത്തൂടെ പോകുമ്പോഴും സ്തോത്രം, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. സഹോദരന്റെ പ്രാർത്ഥന മണലിൽ പണിയുന്ന പ്രാർത്ഥനയാണോ? പാറമേൽ പണിയുന്ന പ്രാർത്ഥനയാണോ? പാറമേൽ പണിത പ്രാർത്ഥന എന്ന അർത്ഥം എന്താ? വചനപ്രകാരമുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന, ക്രിസ്തുവിന്റെ പ്രസാദമുള്ള പ്രാർത്ഥന, പാറമേലുള്ള പ്രാർത്ഥന. ക്രിസ്തുവിന്റെ പ്രസാദമുള്ള ഉപവാസം, പാറമേലുള്ള ഉപവാസം. ക്രിസ്തുവിന് പ്രസാദമുള്ള ജീവിതം, പാറമേലുള്ള ജീവിതം. സ്വത്രം. ക്രിസ്തുവിന് പ്രസാദമുള്ള ആ ഒരു വിശ്വാസത്തിൽ എനിക്ക് എന്തും ദൈവം തന്നാലും തന്നില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെത് പണിയുന്നത് പാറമേലാണ്. വീണുപോകല്. പ്രതിസന്ധി പ്രതികൂലം വരുമ്പോൾ വീണുപോകരുത്. ഒരു ദൈവവചനോട് പറയാണ്, നീ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പണിയുന്നത് പാറമേലാണോ അതോ മണലിന്റെ മേലാണോ? മണലിന്റെ മേലാണെങ്കിൽ പ്രശ്നം വരുമ്പോൾ വീട് പോകും, പ്രതികൂലം വരുമ്പോൾ വീട് പോകും. എന്നാൽ യേശുവിൽ പണിയുന്ന പണി വീട് പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിൽ പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വിധിക്കപ്പെടാതെ ഇരിക്കേണ്ടതിനെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ ദൈവവചനോട് പറയണം, മക്കളെ നീ ആരെ വിധിക്കാൻ പോകരുത്. നീ ആരെയും വായിച്ചേ, ടക്കന വായിച്ചേ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെ വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മൾ അളക്കാൻ മിടുക്കരാണ്, വിധിക്കാനും മിടുക്കരാണ്. പക്ഷെ കർത്താവ് പറയുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ അളക്കരുത്, വിധിക്കരുത്. പണിയുന്നത് പാറപ്പുറത്താണോ മണലിന്റെ മേലാണോ? വിധിക്കുന്ന ആള് പണിയുന്നത് മണലിന്റെ പുറത്താണ്, അളക്കുന്ന ആള് പണിയുന്നത് മണലിന്റെ പുറത്താണ്. പക്ഷേ കർത്താവിന്റെ വചനത്തിൽ ജീവിക്കുന്ന, വിധിക്കാൻ ഞാൻ ആളല്ലപ്പ, അളക്കാൻ ഞാൻ ആളല്ല, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ, എന്നിൽ അങ്ങ് നിറയണമേ, അങ്ങ് പ്രസാദിക്കുന്ന ജീവിതം ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അപ്പന്റെ മുൻപിൽ വീടുകളെന്ന് ഓരോ സെക്കൻഡും ആത്മാവിൽ ചോദിച്ച് മുന്നോട്ട് പോകുന്ന പൈതൽ പണിയുന്നത് ക്രിസ്തുവിനായിരിക്കും. ആരോടും ഒന്നും പറയാനില്ല. ദൈവത്തിന് സ്വത്രം. വീണ്ടും അടുത്ത് വായിക്കുമ്പോൾ 13-ാം വാക്യം വായിക്കുമ്പോൾ സ്വത്രം അതിലെഴുതിയിരിക്കുന്നു, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലൂടെ വായിച്ചേ. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പേ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും നേരത്തെ ദൈവദാസൻ പ്രസംഗിച്ചു, വായിച്ചേ. വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. എല്ലാ പാവവും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഒരു ലോക മനുഷ്യൻ ചെയ്യുന്ന ഒന്നും ഒരു ദൈവവൈദ്യന് ചെയ്യാൻ പറ്റത്തില്ല. ഇടുക്കമുള്ള വഴിയിലൂടെ പോകുന്ന ആള് ആത്മാവിനനുസരിച്ച് ദൈവത്തിന്റെ ഗീതപ്രകാരം കർത്താവ് എന്ത് പറയുമോ അതനുസരിച്ച് പോകുന്ന പൈതൽ എപ്പോഴും ഇടുക്കുവാതിലൂടെ പോകുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കലില്ല, പരാതി പറഞ്ഞാൽ പരിഭവമില്ല, ഒറ്റപ്പെടുത്തിയാൽ പരിഭവമില്ല, കല്ലെറിഞ്ഞാൽ പരിഭവമില്ല, എന്തൊക്കെ പറഞ്ഞാലും പരിഭവമില്ല. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ പോരാടണമെന്ന് വേറൊരു വാക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കുവാതിലൂടെ കടക്കണം. അവിടെ എന്റെ ഇഷ്ടമല്ല പോകുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം
പ്രകാരം ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ യേശുവാണ് വാതിൽ. ആ യേശുവിലൂടെ സഞ്ചരിക്കുന്നത്. എന്റെ കണ്ണിന് ഇമ്പകരമായിട്ടുള്ളതൊന്നും അല്ല നടക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ജീവിതം. യേശു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചോ ആ ജീവിതമാണ് ഇടുക്ക് വഴി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടുക്ക് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചെറിയൊരു വഴി, ഇത്രയുണ്ട്, ഒരാളുടെ പോലും അതുകൊണ്ട് ഇടിച്ച് ഞെരുകി, അതൊന്നും അല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്തോന്നാ? യേശു ജീവിച്ച ജീവിതം ജീവിക്കുക. യേശു സംസാരിച്ചതുപോലെ, യേശു ഇടപെട്ടതുപോലെ, യേശു പാവിയെ സ്നേഹിച്ചതുപോലെ, കുഷ്ഠരോഗിയുടെ അടുക്കൽ യേശു സ്നേഹത്തോടെ നിന്നതുപോലെ, ആരെയും കുറ്റം വിധിക്കാതെ, ആരെയും തള്ളി പറയാതെ, ആ ക്രിസ്തുവിന്റെ വചനത്തിലൂടെ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലത്താൽ നിറഞ്ഞ് ക്രിസ്തു യേശു നടന്ന റൂട്ടിലൂടെ നടക്കുന്നതാണ് ഇടുക്ക് വഴി. യേശു ഈ ഭൂമിയിൽ ഇടുക്ക് വഴിയിലൂടെ ജീവിച്ച് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത് ജീവിച്ചൊരു ജീവിതമുണ്ട്. അതാണ് ഇടുക്ക് വഴി, വേറെ ഒന്നുമല്ല ഇടുക്ക് വഴി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന എന്റെ സഹോദര സഹോദരി, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും, ഇതിൽ കൂടി കടക്കുന്നവർ ചുരുക്കവുമാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതാണ്. ഇന്ന് ജീവിക്കും പോലെ തോന്നിയ ദിവസം പോലെ ജീവിക്കാം, എന്തും ചെയ്യാം. പക്ഷെ രണ്ട് വഴി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ മനുഷ്യനും തിരഞ്ഞെടുക്കാം. ഇതിൽ ഒരു വഴിയിലൂടെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും സഞ്ചരിക്കുകയാണ്. ഒന്നുകിൽ ഇടുക്കമുള്ള വഴി, ആ ഇടുക്കമുള്ള വഴിയിൽ സഞ്ചരിക്കുന്നത് ഒരു ആത്മീകനായിരിക്കും. ആര്? ഒരു ആത്മീകൻ. ഹല്ലേലൂയ. ഒരു ആത്മീകൻ എപ്പോഴും സഞ്ചരിക്കുന്നത് ഇടുക്ക് വഴിയിലൂടെയാണ്. ഒരാൾ അടിച്ചാൽ തിരിച്ച് അയാളോട് തിരിച്ചടിക്കുകയുമില്ല. ഇടുക്ക് വഴി സഞ്ചരിക്കുന്ന ഒരാളുടെ ഓരോ സ്വഭാവം പറയും. ഒരാൾ അടിച്ചു, ഇടുക്ക് വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ഒരാൾ അടിച്ചു, അയാൾക്ക് തിരിച്ചടിക്കാനും കൈപൊങ്ങത്തില്ല. ഹൃദയത്തിനകത്ത് അയാളോട് വിരോധവും. രണ്ട് കാര്യം. അല്ല പുറത്തൂടെ നമുക്ക് വീപ്പ കുറ്റി പോലെ ഇങ്ങനെ അടിക്കാതെയൊക്കെ നിൽക്കുക, ആൾക്കാർ കണ്ടാൽ എന്ത് പറയും. പക്ഷെ അകത്തുള്ളത് പോകില്ലല്ലോ. അകത്ത് പോകണമെങ്കിൽ അവിടെ ആരുടെ സ്വഭാവം വരണം? യേശുവിന്റെ സ്വഭാവം വരണം. ശത്രുവിനെ സ്നേഹിച്ച യേശുവിന്റെ സ്വഭാവം വന്നാൽ അവിടെ പോകും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ലോകത്തിന്റെ പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കും. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ പാവം കാണുമ്പോൾ വെറുപ്പ് വരും. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ അപ്പച്ചന് പ്രസാദമുള്ളത് മാത്രം ചെയ്യാൻ തോന്നും. ഇടുക്ക് വഴിയിലൂടെ പോകുമ്പോൾ ലോകത്തിലെ ആൾക്കാർ മാർക്കിടുന്നതല്ല നോക്കുന്നത്, എന്റെ അപ്പന് പ്രസാദമായോ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഇടുക്ക് വഴിയിലൂടെ പോകുന്നവരെ കള്ളം പറയാൻ പറ്റത്തില്ല. ഇടുക്ക് വഴിയിലൂടെ പോകുന്നവരെ ഒരാളിനെ വിരോധം പറഞ്ഞവരെ ഒതുക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മൾ പോകുന്ന വഴി ഏത്? ഇടുക്ക് വഴിയാണോ അതോ നാശകരമായ വിശാലമായ പാതയാണോ? ഇടുക്ക് വഴിയിലൂടെ പോകുന്ന ആള് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ആളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ആമേൻ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ 9 ആത്മാവിന്റെ ഫലങ്ങളാൽ നിറഞ്ഞു പോകുന്ന പൈതൽ സഞ്ചരിക്കുന്ന ഇടുക്ക് റൂട്ടിലൂടെയാണ്. എളുപ്പത്തിലൊന്നും പോകാൻ പറ്റത്തില്ല, ക്രിസ്തുവിലൂടെ പോകാൻ പറ്റൂ. ഒരു മനുഷ്യന് ജീവിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഇതൊന്നും യേശുവിലൂടെ ജീവിക്കുന്ന പൈതലിന് മാത്രമേ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, 2 വഴിയുണ്ട്. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കണം. ഞാൻ ഏത് വഴിയിലൂടെ എവിടെ പോകണം? ഓ ഇടുക്ക് വഴിയിലൂടെ പോയാൽ, യേശു സഞ്ചരിച്ച പാതയിലൂടെ പോയാൽ, സത്യത്തിൽ പോയാൽ, വചനത്തിൽ പോയാൽ, ആത്മാവിൽ നിറഞ്ഞു പോയാൽ, ദൈവം ഭയത്തോടെ പോയാൽ, ദൈവം പ്രസാദിക്കുന്ന ജീവിതം ജീവിച്ചു പോയാൽ, ആ വ്യക്തി സഞ്ചരിക്കുന്ന പാത ഇടുക്ക് വഴിയാണ്. അയാൾ ചെല്ലുന്നത് വേറെ യേശുവിന്റെ അടുത്താണ്. ഓ ശാലേംപൂരിൽ ചെന്ന് ചേരുന്ന നാൾ എത്ര മോദമേ, താതനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ഹല്ലേലൂയ. ഇടുക്ക് വഴിയിലൂടെ ആമേൻ സ്തോത്രം സഞ്ചരിക്കുന്ന പൈതൽ ദൈവ പൈതലിന് മാത്രമേ പറ്റൂ. വീണ്ടും അടുത്ത് 7-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചിരിക്കുന്ന ചെന്നായ്ക്കളാകുന്നു, അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അഭിഷേകമുള്ളവനെ ഫലത്താൽ അറിയാം. ക്രിസ്തു യേശു നിറഞ്ഞവനെ ഫലത്താൽ അറിയാം. ഓ ജീവിതത്തിൽ അറിയാം, സംസാരത്തിൽ അറിയാം, നോട്ടത്തിൽ അറിയാം, ഇടപെടലിൽ അറിയാം, അയാളുടെ രഹസ്യത്തിൽ അറിയാം, അയാളുടെ പരസ്യത്തിൽ അറിയാം. അയാളുടെ മേൽ ഒരു ദൈവകൃപയുണ്ട്, അയാളുടെ മേൽ യേശു ഉണ്ട്, അയാളുടെ മേൽ ശക്തിയുണ്ട്, അയാളുടെ മേൽ കൃപയുണ്ട്. അയാളുടെ പൂത്ത് കായ്ക്കുന്നത് മറ്റൊന്നും ആയിരിക്കത്തില്ല. അയാളുടെ പൂത്ത് കായ്ച്ചു വരുന്ന ഫലം ക്രിസ്തുവിനുള്ളതാകുന്നു. പക്ഷെ ചിലരങ്ങനെയല്ല. വേദവസ്തുവൊക്കെ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ ഗ്ലോറിയൊക്കെ പറയും, സ്വത്രമൊക്കെ പറയും, സ്തുതിക്കുകയൊക്കെ ചെയ്യും, ചീത്തയും വിളിക്കും,
മോശം വാക്കും പറയും, എല്ലാം പറയും. ഞാൻ പറയാം, നിന്റെ അകത്തിരിക്കുന്നത് യേശു അപ്പച്ചനല്ല, നിന്റെ വേഷം കപടമാണ്. എൻ്റെ അപ്പച്ചൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു പാപമാണ് കപടവേഷം. ഇല്ലാത്തത് അഭിനയിക്കുന്നത്. കൃപാവരം ഇല്ല, ഉണ്ടെന്ന് അഭിനയിക്കും. സ്വത്രം പ്രാർത്ഥന ഇല്ല, ഉണ്ടെന്ന് അഭിനയിക്കും. വിശുദ്ധ ജീവിതം അല്ല, ഉണ്ടെന്ന് അഭിനയിക്കും. ഓ സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം പലതും അഭിനയിക്കും. ഇല്ലാത്തത് ഉണ്ടെന്ന് അഭിനയിക്കുന്ന കപടവേഷം ഇന്ന് രാത്രി വലിച്ചു കീറണം. നമ്മുടെ ജീവിതത്തിൽ അത് പാടില്ല സഹോദരങ്ങളെ. കപടം ദൈവം വെറുക്കുന്നു. സ്വത്രം കപടം ദൈവം വെറുക്കുന്നു. അമ്മേ ദൈവത്തിന് സ്വത്രം. ആഗമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അടുത്ത വരി വായിച്ചേ. അവരുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഫലത്താൽ അവരെ തിരിച്ചറിയാം. അടുത്ത വരി. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും എരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം പറിക്കും. പ്ലാവ് തയ്യാണ് നട്ടാൽ അതിലൂടെ തേങ്ങ നടത്തിയിട്ടുണ്ട് ആരെങ്കിലും? പ്ലാവ് മുറ്റത്ത് നടന്നത് തേങ്ങ നടത്തിയിട്ടുണ്ട്. പിന്നെ എന്തോന്ന് വന്നു? ചക്കയിലേ വന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് നമ്മളിൽ നിന്ന് എന്തൊക്കെ ഫലമായിരുന്നെന്നും ചിന്തിച്ചു നോക്കിയേ. രാവിലെ രാത്രിയിൽ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് വാക്ക് പോകുന്നു? വരുന്ന ഫലം ക്രിസ്തുവിൻ്റെതല്ലെങ്കിൽ ഇത് അല്ലേരിയ പറഞ്ഞ് സ്വത്രമൊക്കെ പറഞ്ഞ് കൈയൊക്കെ ആൾക്കാരെല്ലാം കയ്യിലെടുക്കാവുന്നത് സ്വത്രം. പക്ഷേ സ്വർഗത്തിലെ ദൈവം സീറോക്ക് 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 സീറോ എടുത്ത് പറയും, എനിക്ക് നിന്നെ അറിഞ്ഞൂടാ. കാരണം എന്താ? നീ ആൾക്കാരുടെ മുമ്പിൽ ഒരു നാടകമുണ്ട്, ഒരു അഭിനയമുണ്ട്. ജീവിതത്തിനകത്ത് നിന്റെ അകത്ത് ഞാനില്ല, എന്നെ മാറ്റി നിർത്തിയിട്ടുള്ള നിന്റെ സകലതും മതിയാകാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. അകമയോ കടിച്ചു കീറുന്ന ചെന്നായിക്കളത്രേ സ്വത്രം. ജീവിതം ഒന്ന്, ഹല്ലേലൂയ. ആൾക്കാർ കാണുമ്പോൾ ഒന്ന്, വീട്ടിനകത്ത് മറ്റൊന്ന്, പുറത്തൊന്ന്, രഹസ്യത്തിൽ മറ്റൊരാള്. എൻ്റെ അപ്പം പറയും സ്വത്രം, നീ നിനക്കൊരു അഭിനയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത പരിപാടിച്ചേ. അവരുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഫലത്താൽ തിരിച്ചറിയാൻ. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും എരിയിൽ നിന്ന് അത്തിപ്പഴം പറിക്കുമാറുണ്ട്. നല്ല വൃക്ഷമൊക്കെ, നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. എപ്പോഴും നല്ല വൃക്ഷം, നല്ല ഫലം. നല്ല വൃക്ഷം ആരാ? നല്ല ആളാരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിറഞ്ഞ ആള് അയാളിലൂടെ വരുന്നത് മോശം ഫലമല്ല വരുന്നത്, നല്ല ഫലമേ വരൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, അപ്പച്ചാ നല്ല ഫലം മാത്രം എന്നിൽ വരണം, മോശ ഫലം എന്നിൽ വേണ്ടപ്പാ, നല്ല ഫലം മാത്രം വരണം. അങ്ങനെ നിറയുക. പാവ മനുഷ്യൻ മരിക്കട്ടെ, കള്ളവും കപടവും പാവ സ്വഭാവം എനിക്ക് മതിയപ്പാ. യേശുവേ എന്നിൽ നിറയണമേ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എന്റെ അപ്പ ലോക സ്വഭാവങ്ങൾ, പാവ സ്വഭാവങ്ങൾ എന്നിൽ നിന്ന് ഓടിപ്പോകട്ടെപ്പാ, അങ്ങനെ നിറയണമേ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പറയാൻ? അടുത്ത വരി വായിച്ചേ. ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും, ആകാത്ത വൃക്ഷം നല്ല ഫലവും കായ്പാൻ, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കാൻ കഴിയത്തില്ല. നല്ല ഫലം കായ്ക്കാത്ത, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിടുന്നു. കേട്ടോ, ഒരു ദിവസം വെട്ടാൻ വെച്ചിരിക്കുക ദൈവം. എന്തോന്നാ? പുറത്തൊരു ജീവിതം, അകത്തൊരു ജീവിതം. ഭയങ്കര അഭിനയം നാടകം. പക്ഷെ കർത്ത പറയുന്നു, ഞാൻ വെട്ടാൻ വേണ്ടി എന്റെ കത്തി രാവിക്കൊണ്ടിരിക്കുക. സ്വത്രം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിന്നോട് കരുണ കാണിക്കും. സ്വത്രം. മടങ്ങി വന്നില്ലെങ്കിൽ വെട്ടേറ്റ് വീഴും. ഇന്ന് രാത്രി ഈ ദേശത്തോട് വിളിച്ചു പറയുകയാണ്, മകനെ മകളെ, രണ്ട് വഴി നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു. ഒന്ന് ജീവനിലേക്കുള്ള പാത, ഒന്ന് നാശത്തിലേക്കുള്ള പാത. ഏത് വേണോ തിരഞ്ഞെടുക്കാം. പാവത്തെ, മദ്യത്തിനെ, മയക്കുമരുന്നിനെ, ലഹരി വസ്തുവിനെ, ലോകമോഹങ്ങളെ വലിച്ചെറിഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ച് യേശു ജീവിച്ച ജീവിതം ജീവിച്ച് പാറമേൽ വീട് പണിത് ക്രിസ്തു യേശുവിന്റെ വരവിൽ താങ്കൾക്ക് കയറി പോകാം. അല്ല എങ്കിൽ ഇവിടെ പണിത് സ്വത്രം മണലിന്മേൽ പണിത് അവസാനം അത് വീഴും. അതിന്റെ വീഴ്ച വലിയതായിരിക്കും. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത വാക്യം വായിച്ചേ. അവരുടെ ഫലത്താൽ ഫലത്താൽ അവരെ തിരിച്ചറിയാം. അടുത്ത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് ഏവനുമല്ല. എല്ലാവർക്കും കർത്താവെ എന്ന് വിളിക്കാൻ അറിയാം, ദൈവം എന്ന് വിളിക്കാൻ അറിയാം, യേശപ്പ എന്ന് വിളിക്കാൻ അറിയാം. കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ. ഇന്നത്തെ ആഗ്രഹമുണ്ട്, അപ്പന്റെ ഇഷ്ടം എനിക്ക് വേണം, ഇഷ്ടം വേണം. അപ്പൻ ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിനകത്ത് സംസാരിക്കണം? അപ്പൻ്റെ ഇഷ്ടം എന്താണ്? എൻ്റെ ദേശത്ത് എൻ്റെ ബന്ധുക്കളോട് ഒരു കല്യാണം വീട്ടിൽ പോയാൽ, ഒരു ഫംഗ്ഷന് പോയാൽ, ഞാൻ എവിടെ പോയാലും എങ്ങനെ സംസാരിക്കണം? എൻ്റെ കർത്താവ് എന്നിൽ നിറയണമേ. അങ്ങേക്ക് ഇഷ്ടമല്ലാത്തൊന്നും എനിക്ക് വേണ്ടപ്പാ. ഒരു പുതിയ വ്യക്തിയായി. സ്തോത്രം. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് ഒഴിഞ്ഞു പോയി, പഴയത് കഴിഞ്ഞു പോയി, ഇതാ അവൻ പുതിയതായി തീർന്നു. അവന്റെ ജീവിതം പുതിയത്, അവന്റെ നോട്ടം പുതിയത്, അവന്റെ നടപ്പ് പുതിയത്, അവന്റെ പുതിയത്. എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര ഭാവിയായാലും ഇന്ന് രക്ഷിക്കാൻ കഴിവുള്ള യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4:12. മറ്റൊരുവൻ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം.
മാറണം. ഇന്ന് രാത്രി യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ഓ, നിന്നെ കാണുന്നുണ്ട്, നിന്റെ അവസ്ഥ കാണുന്നുണ്ട്. നിന്റെ പാപങ്ങൾ എത്ര കടിച്ചു പോയാലും അത് ഹിമത്തെ പോലെ വെളിപ്പിക്കുവാൻ അധികാരമുള്ള യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. എത്രയോ കൺവെൻഷനുകൾ പങ്കെടുത്തു, എത്രയോ ആരാധനകളിൽ പങ്കെടുത്തു, എത്രയോ സുവിശേഷം കേട്ടു, എത്രയോ കാലം കൊണ്ട് ആരാധി പോകുന്നു, എവിടെയെല്ലാം വചനം കേട്ടു. പക്ഷേ ഇന്നും പാവത്തിൽ ജീവിക്കുന്ന പൈതലെ ഒരവസരം കൂടെ ഈ ദേശത്തിന് എന്റെ ദൈവം ഒരു അവസരം തുറന്നിടുകയാണ്. യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ. ഹല്ലേലൂയ. അടുത്ത വരി സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് ആഗ്രഹമുണ്ട്, ഇഷ്ടം ചെയ്യാൻ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം. കർത്താവേ, എൻ്റെ ജീവിതം മൊത്തം മാറണം, ജീവിതം മൊത്തം മാറണം. ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ദേശത്തിലുള്ള സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ തൊട്ടാൽ ഞാൻ തിരിച്ച് തൊട്ടിരിക്കും, എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറഞ്ഞിരിക്കും, എന്നെ കളിയാക്കിയാൽ ഞാൻ തിരിച്ച് കളിയാക്കിയിരിക്കും, എന്നെ അടിച്ചാൽ ഞാൻ അവനെ തൂക്കിയിരിക്കും, എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ അവനെ ഉപദ്രവിച്ചിരിക്കും, എനിക്കെതിരെ കള്ളക്കഥ ഉണ്ടാക്കിയാൽ ഞാൻ അതിനേക്കാൾ വലുത് ഉണ്ടാക്കിയിരിക്കും എന്നുള്ള പാപ സ്വഭാവം ഇന്ന് രാത്രി മാറണമോ? എന്റെ യേശു അകത്ത് വരട്ടെ. യേശു വരുമ്പോൾ ഫലത്താൽ അവരെ തിരിച്ചറിയാം. അന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നു. അടുത്ത വരി. കർത്താവെ കർത്താവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കും. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. പ്രവചിക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? ഇല്ല, പോകില്ല. എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? പ്രവചിക്കുന്ന പോകത്തില്ല. ജീവിതത്തിൽ യേശുവില്ലെങ്കിൽ പ്രവചിച്ചിട്ടൊന്നും അത്ഭുതം ചെയ്തിട്ടൊന്നും, ദൈവത്തിനും അത്ഭുതം ചെയ്യാൻ പറ്റും, ഭൂതത്തിനും അത്ഭുതം ചെയ്യാൻ സ്വന്തം. മോശ വടിയിട്ടപ്പോൾ പാമ്പായി. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് മന്ത്രവാദികൾ വടിയിട്ടപ്പോൾ എന്തായി? പാമ്പായി. അത്ഭുതം വന്നില്ലേ? സ്വന്തം. പക്ഷെ യേശുവിലുള്ള അത്ഭുതം അത് അസാധാരണ അത്ഭുതമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം യേശുവിനെ കണ്ടുമുട്ടുന്നതിൽ പല അത്ഭുതം വേറെ ഒന്നുമില്ല. എന്റെ യേശു എന്റെ അകത്ത് വന്ന് ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും മാറ്റാൻ പറ്റാത്ത എന്റെ സ്വഭാവത്തെ മാറ്റി പുതിയ ഒരാളാക്കുന്നതിൽ പരം അത്ഭുതം വേറെ ഒന്നുമില്ല. യേശു പാപിയായ എന്നെ രക്ഷിച്ച് എന്റെ ഹൃദയത്തിനകത്ത് വരുന്നതിൽ പല അത്ഭുതം ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, 40 വർഷം കൊണ്ട് പള്ളി പോയി, യേശുവിനെ കിട്ടിയോ? എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ കിട്ടിയോ? യേശുവിനെ കിട്ടിയാൽ ആളിനെ അറിയാം. യേശുവിനെ കിട്ടുന്നതിന്റെ സ്വഭാവത്തിൽ അറിയാം കിട്ടിയോന്ന്. അവന് പരിഭവം പരാതിയുമില്ല. എന്തൊക്കെ വരുമ്പോഴും പറയും, കർത്താവേ അങ്ങ് മാത്രം ദൈവം, അങ്ങക്ക് ഇഷ്ടമുള്ളത് നടക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന കേവലമല്ല, ഓ അത്ഭുതം ചെയ്തു. അടുത്ത വരി. നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും. വീര്യപ്രവൃത്തി ചെയ്യുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകുമോ? ഇല്ല. അത്ഭുതം ചെയ്തു, അടയാളം ചെയ്തു, പലതൊക്കെ ചെയ്തു. പക്ഷേ സ്വർഗത്തിൽ പോകുന്ന വെച്ചില്ല. എന്തുകൊണ്ടാ പോത്തെ? അയാളുടെ അകത്ത്, ജീവിതത്തിനകത്ത് ആരില്ല. ആളുകൾ കണ്ടപ്പോ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞു. മാർക്ക് 100 കിട്ടി. പക്ഷെ ജീവിതത്തിനകത്ത് ആരില്ല, ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് അത്ഭുതങ്ങളും അതിശയങ്ങളും കണ്ടിട്ടല്ല മനുഷ്യൻ വീഴേണ്ടത്. നമ്മൾ ഒരാള് ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പുതിയ ആളാകുന്നതിൽ പരം മാറ്റം, യേശുവിനെ പ്രാപിക്കുന്നതിൽ പരം മാറ്റം. യേശുവിന്റെ അകത്ത് വന്ന് എന്റെ ദുഷ്ട സ്വഭാവം മാറി ക്രിസ്തുവിന്റെ സ്വഭാവം വരുന്നതിൽ പരം മാറ്റം. എന്താണ് വരേണ്ടത്? ബാക്കി അത്ഭുതങ്ങളെല്ലാം ദൈവം 1, 2, 3, 4 അത് ചെയ്യും. എല്ലാവർക്കും അത്ഭുതം ചെയ്യാനുള്ള കൃപ ഉണ്ടാകട്ടെ, പ്രവചിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ, വ്യാഖ്യാനത്തിനുള്ള കൃപ ഉണ്ടാകട്ടെ, വരങ്ങൾ ഉണ്ടാകട്ടെ, ഫലങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷെ ഞാൻ പറയാം, വരം ലഭിക്കുന്നതിനൊപ്പം ഫലവും പ്രാപിക്കണം. വരവും ഫലവും വേണം, ഒപ്പം അപ്പന്റെ ഹിതപ്രകാരവും ആയിരിക്കണം. ഇതുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്നെ തകർക്കാൻ ഒരന്ധകാര ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ നടക്കുകയും ചെയ്യും. ആരെല്ലാം തടഞ്ഞു വെക്കാൻ നോക്കിയാലും ഈ മന്ത്രം കത്തും, പൂജകൾ കത്തും, ഇരുട്ടുകൾ തകരും, ദുർഭൂതങ്ങൾ ഉടയും. ഇന്ന് രാത്രി യേശു നമ്മളിൽ നിറയട്ടെ. നമ്മളെ കണ്ട ഒരു പ്രയോജനം ആർക്കില്ല, നമ്മളുടെ യേശുവിനെ കണ്ട പ്രയോജനമുണ്ട്. നമ്മളെ കണ്ട ആർക്കും ഒരു പ്രയോജനമില്ല. യേശു നമ്മളിൽ നിറഞ്ഞാൽ ആ യേശു അത്ഭുതങ്ങൾ ചെയ്യും. എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ ദൈവരാജ്യത്തിൽ കിടക്കുന്ന. അടുത്ത വരി. അന്ന് ഞാൻ അവനോട് ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അത്ഭുതം ചെയ്തവർ അതിശയം ചെയ്ത്, അടയാളം ചെയ്ത്, വീര്യപ്രവൃത്തിയൊക്കെ ചെയ്തു. യേശു പറയുന്ന, മക്കളെ നിന്നെ എനിക്ക് അറിഞ്ഞേകൂടാ. നേരെ എവിടെ പോകും അവര്? നിത്യദണ്ഡനത്തിനകത്ത്. ഇവിടെ
ഇവിടെ ആൾക്കാരുടെ പേരും പ്രശസ്തിയും കിട്ടി, പക്ഷേ അകത്താരില്ല. ഞാൻ പറയട്ടെ, എന്ത് കൃപാവരം ദൈവം തരുന്നോ അതെല്ലാം ചൊല്ലിപ്പിച്ചോ. ശക്തിക്ക് മീതെ ശൗലോ മേൽക്ക് മേൽ ശക്തി പ്രാപിച്ചു. ഓ യേശു തന്നെ ക്രിസ്തു എന്ന് മിണ്ടാതാക്കി ഓരോ സെക്കൻഡും ആത്മാവിൽ ജ്വലിച്ചു. അത്ഭുതം നടന്നു, അതിശയം നടന്നു. പത്രോസിന്റെ നിരന്തരം തട്ടി മരിച്ചവരെ ഉയർപ്പിച്ചു. ഓ ജന്മന രോഗികളെ സൗഖ്യമാക്കി. പക്ഷേ അയാളുടെ അകത്ത് അപ്പോഴും യേശു ഉണ്ടായിരുന്നു. സ്വഭാവത്തിനകത്ത് യേശുവിന്റെ സ്വഭാവം വന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു കപട ജീവിതമല്ല, യേശുവിൽ പണിയുവാൻ, ആ പാറമേൽ പണിയുവാൻ, പാവത്തെ ജയിച്ച് ജീവിക്കുന്ന 4 വിരൽ നീളം ക്രിസ്തുവിന് ജീവിക്കുവാൻ. ഹല്ലേലൂയ. അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ 24 ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ, ഞാൻ 5-ാം അധ്യായം മുതൽ പറഞ്ഞ വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോളണം. അതിനകത്ത് ഒരു ദൈവവൈദ്യൻ എങ്ങനെ ജീവിക്കുന്നുണ്ട്. അത് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കഷ്ടത വന്നാലും ഭാരം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും അയാൾ വീണത്തില്ല. കാരണം അയാൾ പണിതതും അയാൾ നിക്ഷേപിച്ചതും അയാൾ പ്രാർത്ഥിച്ചതും അയാൾ ജീവിച്ചതും അയാൾ പ്രസംഗിച്ചതും എല്ലാം അയാളല്ല, ക്രിസ്തുവിലായിരുന്നു, ആത്മാവിലായിരുന്നു, ദൈവഹിതപ്രകാരമായിരുന്നു. എന്നാൽ തൊട്ട് താഴെ മണൽമേൽ പടുന്നവനോ കാറ്റടിച്ചു. പ്രശ്നം വന്നു. 26 വാക്യം വായിച്ചേ. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും ചെയ്യാത്തവനൊക്കെയും മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. മന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി കാറ്റടിച്ചു, വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലുതായി. വീഴ്ച എങ്ങനെ വലിയതായിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വർഷങ്ങളായി പണിയാൻ തുടങ്ങിയിട്ട് പണിതത് എവിടെയാണ്? ഇന്ന് രാത്രി എല്ലാം മണലിലാണോ പണിതത്? എന്നാൽ ഇന്ന് രാത്രി ഇവിടെ വെച്ച് പറയണം, അപ്പച്ച ഇതുവരെ ഞാൻ ജീവിച്ചതും ഓടിയതും പ്രാർത്ഥിച്ചതും അത് പറയാൻ വേണ്ടിയ കർത്താവ് എന്നെ കൊണ്ട് പറയിച്ചത്. എൻ്റെ വിഷയം വേറെയാണ്. ഞാൻ പറയട്ടെ, അപ്പ ഇന്ന് വരെ ഓടിയതും പ്രാർത്ഥിച്ചതും ആരാധിച്ചതും പണിതതും എല്ലാം മണലിലായി പോയി. ഒരു വിശുദ്ധ ജീവിതം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആത്മാവിന്റെ ഫലം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. കർത്താവിന്റെ ഹിതം ഞാൻ നോക്കിയിട്ടില്ല. ദൈവമേ, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കി. എന്റെ പ്രാർത്ഥന അതിനു വേണ്ടിയായിരുന്നു, എന്റെ ഉപവാസം അതിനു വേണ്ടിയായിരുന്നു. ദൈവവചനപ്രകാരമല്ല. രഹസ്യത്തെ ചെയ്യേണ്ടല്ല, ഞാൻ പരസ്യത്തിൽ ചെയ്തു. 10 പേരെ അറിയാൻ വേണ്ടി ഞാൻ പല നാടകങ്ങൾ കാണിച്ചു. യേശുവേ, ഇന്ന് രാത്രി അപ്പന്റെ മുൻപിൽ വീഴുന്നു. അപ്പ ഈ നിമിഷം മുതൽ അങ്ങിൽ പണിയുവാൻ, അങ്ങയുടെ ഹിതപ്രകാരം പണിയുവാൻ, വചനപ്രകാരം പണിയുവാൻ, ക്രിസ്തുവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എത്രവർക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്. വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, കാന്ത തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ലൂക്കോസ് വായിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം 40-ാം വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഏത് സമയം യേശു വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെ ഇരിക്കണം? നേരത്തെ കേട്ട വചനം വായിച്ച് ധ്യാനിച്ച് ആത്മാവിൽ നിറഞ്ഞ് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനായി എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, കാറ്റ് വന്നാലും ആത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മാവ് ഏൽപ്പിക്കുന്നത് ചെയ്ത് മനുഷ്യനെ പ്രസാദിപ്പിക്കണ്ട, ദൈവത്തെ പ്രസാദിപ്പിച്ച് ക്രിസ്തുവിനായിട്ട് ജീവിച്ചാൽ തന്നെത്താൻ ഒരുങ്ങുക മണവാട്ടി. ഈ 5 അധ്യായം മുതൽ വായിച്ചതെല്ലാം ഒരുക്കമാണ്. ഞാൻ ആദ്യ ഭാഗം വായിക്കാൻ പോകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരുങ്ങി മണവാളനായി കാത്തിരിക്കണം. മണവാട്ടി തന്നെത്താൻ ദൈവവചനം എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ശത്രുവിനെ സ്നേഹിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെയാണ് രഹസ്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിതം. സ്തോത്രം. നീതിയെ കവിയുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ഒരു ചെകിടത്ത് അടിക്കുമ്പോൾ എങ്ങനെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുമ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ടാണ് ഞാൻ കർത്താവിനെ വിളിക്കുന്നത്. എന്റെ പണി എവിടെ? ഓ, മണൽമേലല്ല. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ പണിയും, ക്രിസ്തുവിൽ പണിയും. ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിൽ പണിയുന്ന പണി വെന്തു പോകത്തില്ല. അതുമല്ലെങ്കിൽ വക്കോൽ പോലെ കത്തും, മരം പോലെ കത്തിപ്പോകും. എന്നാൽ ക്രിസ്തുവിൽ പണിയുന്ന പണി തീ ശോധന ചെയ്യുമ്പോൾ കത്തി പോകത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മണവാട്ടി പണിയുന്ന പണി കത്തിപ്പോകുന്ന പണിയല്ല, വെന്തു പോകുന്ന പണിയല്ല. അവൾ ഓരോ സെക്കൻഡും തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കും. ഹല്ലേലൂയ. ഇത് 2000 വർഷങ്ങൾ കൊണ്ട് ആൾക്കാർ വിളിച്ചു പറയുന്ന ഒരു വിഷയമാണ് യേശുവിന്റെ വരവടുത്തു എന്ന്. അല്പസമയം കൂടി ഉള്ളു, ടക്കനെ ഞാൻ പറഞ്ഞു നിർത്തും. എന്നെ ശ്രദ്ധയോടെ കേൾക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. പ്രവാചകന്മാർ പഴയ നിയമത്തിനകത്ത് പ്രവചിച്ച പ്രവാചകനങ്ങൾ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ 97% നിറവേറിയെങ്കിൽ യേശു വരും എന്നുള്ള പ്രവചനവും നിറവേറാറായി. യേശുവിന്റെ ജനനം പ്രവചിച്ചു. യേശു എവിടെ ജനിക്കുമെന്ന്, യേശു എങ്ങനെ മരിക്കുമെന്ന്, യേശുവിന്റെ അസ്ഥികളിൽ ഒന്നും ഒടിയത്തില്ലെന്ന് പ്രവാചകന്മാർ
പ്രവചിച്ച സകല പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിൽ ഇനി നിറവേറേണ്ടത് യേശുവിന്റെ വരവാണ്. അത് നിറവേറാൻ സമയമായി. ഒരുങ്ങിയിരിക്കുന്ന മണവാട്ടിയെ കർത്താവ് കൊണ്ടുപോകാൻ സമയമായി. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ വേദ പുസ്തകം വായിച്ച് 1 തെസ്സലോനിക്കർക്ക് ലേഖനം 4-ാം അധ്യായം 14-15 വാക്യം വായിക്കുമ്പോൾ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യമാണ് വായിച്ചത്. ഇനി നടക്കേണ്ടത് യേശുവിന്റെ വരവാണ്. നമുക്കറിയാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ലോകത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെയും പറഞ്ഞു, UP-യിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നു. 600ഓളം സഭകൾ അടച്ചു പൊട്ടിച്ചു. ആമേൻ. 600ഓളം ദൈവവേലക്കാരെ കുടുംബങ്ങളായി അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വതന്ത്ര വേട്ട പട്ടിയെ അടിച്ചുപദ്രവിക്കും പോലെ നമ്മുടെ ഇന്ത്യയിൽ പോലും എത്ര സംസ്ഥാനങ്ങളിൽ ദൈവവേലക്കാരെ ഉടച്ച് തകർത്ത് നുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഇതിന്റെ എല്ലാം സംഭവം വേറെ ഒന്നുമല്ല. ഇന്ന് കാണുന്നത് കണ്ടില്ലേ? അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കണ്ടതുമായ പലതും ലോകത്തിന്റെ കാലത്തുള്ളത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? പഴയ നിയമ കാലത്ത് കർത്താവ് പറഞ്ഞതല്ല അതുപോലെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? പുതിയ നിയമത്തിൽ പറഞ്ഞതല്ല ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അർത്ഥം ഇതെല്ലാം അന്ത്യ നാഴിക എടുത്തു. ആമേൻ. യേശുവിന്റെ വരവെടുത്തു. ഇതാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമ്പോൾ സഹോദരി ഞാൻ വിളിച്ചു പറയാം, ഈ നിമിഷം നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോഴാണ് യേശു വന്നാൽ കർത്താവിന്റെ വരവിൽ നമ്മൾ ആരെല്ലാം കയറി പോകും. ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടി മാത്രമേ കയറി പോകുകയുള്ളൂ. ഇനി എന്റെ യേശു വരേണ്ടത്, ഒന്നാമത് യേശുവിന്റെ വരവുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 3 രീതിയിലാണ് വരവ്. ഒന്ന്, മനുഷ്യനായി അത് വന്നു കഴിഞ്ഞു. എന്നാ വന്ന് സ്വത്രം എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച് എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യൻ നിയമിച്ചിരിക്കുക. ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. ഒരിക്കൽ യേശു വന്നു. എന്തിനു വേണ്ടി? അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ. ആദ്യം യേശു വന്നത് മനുഷ്യനായിട്ടാണ്. എന്തുകൊണ്ട് യേശു മനുഷ്യനായിട്ട് വന്നു? എബ്രായർ 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണ ഭയത്തിന് അടിമയായിരിക്കുന്ന സകലരെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു മനുഷ്യനായി എന്നെ രക്ഷിപ്പാൻ, ഒരു മനുഷ്യനായി നിന്നെ രക്ഷിപ്പാൻ, ദേശനിവാസികളെ താങ്കളെ രക്ഷിപ്പാൻ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായി വന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചു. യേശു ക്രിസ്തു എന്തിനാ മരിച്ച്? എന്റെ നിങ്ങളുടെ പാപത്തിന് പ്രായശ്ചിത്തമായി ഒരുവൻ മരിച്ചു. അത് യേശു അത്രേ. അപ്പോൾ യേശു മനുഷ്യനായി വന്ന എന്തിനാണ്? മനുഷ്യനായ ഞാൻ ചെയ്ത പാപത്തെ ഏറ്റെടുക്കാൻ ഒരു മനുഷ്യൻ തന്നെ വരണം. പാപത്തെ ക്ഷമിക്കാൻ പാപമില്ലാത്ത ഒരാളിനെ പറ്റൂ. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തു? അയച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും 33.5 വയസ്സ് വരെ, 30ാമത്തെ വയസ്സ് വരെ പപ്പയ്ക്കും അമ്മയ്ക്കും കീഴ്പ്പെട്ട് 3.5 വർഷം ശുശ്രൂഷിച്ച് സ്തോത്രം ഈ ഭൂമിയിൽ ഇതാ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം അടിയേറ്റ് നുറുങ്ങി ശരീരം നുറുങ്ങി ഉഴവുചാല് പോലെ കീറപ്പെട്ട് സ്തോത്രം നമുക്ക് വേണ്ടി മരിച്ചു. തന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തീർന്നില്ല. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. എന്റെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തു. നിന്റെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തു. ആ രക്തം ഇന്ന് ഒഴുകുന്നുണ്ട്. ഏത് പാവിയെ ശുദ്ധീകരിക്കുന്ന രക്തം ഇന്ന് ഒഴുകുന്നുണ്ട്. ഈ ദേശത്ത് ആ രക്തം ഒഴുകുന്നുണ്ട്. ഏത് കൊടും പാവിയായാലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, താങ്കൾ എത്ര കൊടും പാവിയായാലും ശരി, ഇന്ന് രാത്രി യേശു ഈ ദേശത്ത് വന്നിട്ടുണ്ട്. ആ രക്തം നിന്നെ പാപത്തെ മോചിപ്പിക്കാൻ കഴിവുള്ളതാണ്. ആ രക്തം ഈ ദേശത്ത് ഒഴുകുന്നുണ്ട്. ആ രക്തം ഈ ദേശത്ത് ഒഴുകുന്നുണ്ട്. നിന്നെ വിടുവിക്കുന്ന രക്തം, നിന്റെ ജീവിതത്തിലെ പാപക്കടകളെ ക്ഷമിക്കുന്ന രക്തം. ദൈവത്തിന്റെ സ്തോത്രം. യേശു അന്ന് വന്നത് മനുഷ്യനായിട്ടാണ്. മനുഷ്യനായിട്ട് വന്ന് യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരോട് കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ 40ാം ദിവസം യേശു ക്രിസ്തു എവിടെ പോയി? സ്വർഗത്തിലേക്ക്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഒലിവുമലയിലേക്ക് പോവുകയാണ്. ഒലിവുമലയിൽ ചെന്നിട്ട്
സ്വത്രം യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്ന് പതുക്കെ ഇന്നും ആ ഒലിവ് മല അതുപോലെ ഉണ്ട്. ഹല്ലേലൂയ. ഈ ബൈബിളില് യേശു പ്രാർത്ഥിച്ച ഇടങ്ങൾ ഇന്നും അതുപോലെ ഉണ്ട്. യേശു സ്നാനപ്പെട്ട ഇടം ഇന്നും അതുപോലെ ഉണ്ട്. യേശു സ്വത്രം യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്നും അതുപോലെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ഇതൊന്നും വെറുതെ, ഇതൊന്നും കെട്ട് കഥകളല്ല, ഇത് ആൾക്കാരെ പറ്റിക്കുന്ന കടങ്കഥയല്ല, ഇത് സംഭവിച്ചതത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ സഹോദര, യേശുവിന്റെ കല്ലറ അതുപോലെ ഇന്നും തുറന്നു കിടക്കുന്നു. തീർന്നില്ല. യേശുവിനെ അറസ്റ്റ് ചെയ്ത് ഗെത്സമനെ തോട്ടം, വിയർപ്പ് തുള്ളി രക്തകണമായി വീണ ഗെത്സമനെ തോട്ടം ഇന്നും അവിടെ ഉണ്ട്. യേശു ക്രിസ്തു കാഴ്ചയില്ലാത്ത കുരുടനെ സൗഖ്യമാക്കിയ ആ സ്ഥലം ഇന്നും അവിടെ ഉണ്ട്. യേശുവിനെ വിസ്തരിച്ച ഇടം ഇന്നും അവിടെ ഉണ്ട്. ഓ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ ഒലിവ് മലയിലേക്ക് യേശു ശിഷ്യന്മാർ പോയി എത്ര ദിവസം? യേശു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉയർത്ത് കഴിഞ്ഞ് 40ാമത്തെ ദിവസം യേശു ശിഷ്യന്മാരും കൂടെ ഒലിവുമലയിലേക്ക് പോയി. ഒലിവുമലയിൽ നിന്നുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, മക്കളെ, ഞാൻ പോയതുപോലെ വീണ്ടും വരും. യേശു ക്രിസ്തു അവിടെ പോയി നേരെ മുകളിലേക്ക് അങ്ങ് പോവുകയാണ്. ഓ, ഹാണിപ്പെടുത്തേറ്റ കാലുകൾ കാണാം. ശിഷ്യന്മാർ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആകാശത്തിൽ ദൂതന്മാർ ഇറങ്ങി എന്ന് പറയുകയാണ്, അല്ലയോ ഗലീലയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന യേശുവിനെ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ആമേൻ. പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. എന്നെ കേൾക്കുന്ന സഹോദര, യേശു ഒന്നാമത് മനുഷ്യനായിട്ട് വന്നു. എന്തിനു വേണ്ടിയ മനുഷ്യനായിട്ട് വന്നത്? ഞാനും നിങ്ങളും പാപികളാകയാൽ ആ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എവിടെ ഇരുന്ന് ഈ ശബ്ദം കേട്ടത് ഞാൻ പറയട്ടെ, നമ്മൾ നരകത്തിൽ പോകേണ്ട പാപം ചെയ്തവരാണ്. പക്ഷെ നമുക്ക് വേണ്ടി ആ നരകത്തിൽ പോകാതിരിക്കാൻ യേശു ക്രിസ്തു എന്റെ നിങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ പാപത്തിന്റെ കണക്ക് ഒരുവൻ ഇവിടെ വന്ന് തീർത്തു. നിങ്ങളുടെ പാപത്തിന്റെ കണക്ക് ഒരുവൻ ഇവിടെ വന്ന് തീർത്തു. അത് മറ്റാരുമല്ല, എന്നോട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കും. ഇന്ന് രാത്രി നിത്യ ദണ്ഡനത്തിൽ പോകേണ്ട നിന്നെ സ്വർഗത്തിൽ എത്തിക്കാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മരിച്ചു. ആ യേശുവിനെ നീ വിശ്വസിക്കുന്നുണ്ടോ? ആ ക്രൂശിലേക്ക് നോക്കുന്നുണ്ടോ? ആ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ യേശു ഒന്ന് മനുഷ്യനായി വന്നു. ഇനി വരേണ്ടത് യേശു മണവാളനായിട്ട്. എങ്ങനെയാണ് വരേണ്ടത്? മണവാളനായിട്ട്. മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞു. ഇനി എങ്ങനെ വരണം? മണവാളനായിട്ട് വേണം വരാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു മണവാളനായിട്ട് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഒന്നാമത് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഈ ഗ്രൗണ്ടിൽ ഞാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് യേശു വന്നാൽ, ഇതാ 8:45 ഈ സമയത്ത് എന്റെ യേശു വന്നാൽ ഞാൻ ചോദിക്കട്ടെ, അതിൽ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട്? എത്ര പേർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്? ഇനി എന്റെ യേശു വരുന്നത് എബ്രായരുടെ ലേഖനം 9-ാം അധ്യായം അതിന്റെ 28 2-ാം ഭാഗം. ഓ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും വരും. വായിച്ചേ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇനി ഭാവിയെ രക്ഷിക്കാനാണ് ഒന്നാമത് വന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഭാവിയെ രക്ഷിക്കാനല്ല. പിന്നെയോ ഇന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൃപയുടെ കവാടം അടയും മുമ്പ് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ഓ, 2 കൊരിന്ത്യർ 6:2 ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ സമയം. കൃപയുടെ കവാടം അടയും മുമ്പ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ആകാശത്തോട് കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന പൈതലേ, എന്റെ യേശുവിന്റെ വരവ് നടന്നു കഴിഞ്ഞാൽ ആർക്കും പിന്നെ ആ രക്തത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ കൃപയുടെ കവാടം അടയും മുമ്പ് ആ എബ്രായർ 4:16 പറയുന്നത് പോലെ ആ യേശുവിന്റെ അടുക്കൽ ധൈര്യമായി മുട്ടുമടക്കിയിട്ട് പറ, അപ്പാ, ആ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, ആ പാവത്തെ മോചിപ്പിക്കണമേ. ഒരു വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പൈതലിനെ കൊണ്ടുപോകാനാണ് ഇനി എന്റെ യേശു വരുന്നത്. ഇനി എന്റെ യേശു വരുന്നത്
വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട് മുദ്ര മോതിരം പ്രാപിച്ച് കർത്താവിനെ അണിഞ്ഞ് കാത്തു നിൽക്കുന്ന മണവാട്ടിയെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത്. യേശു പാവിയെ രക്ഷിക്കാൻ വന്നു, മരിച്ചു, അടക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇനി എന്റെ യേശു വരുന്നത് പാവിയെ രക്ഷിക്കാനല്ല, പാവത്തെ ജയിച്ച് വിശുദ്ധിയോടും മേൽവാണോടും കൂടെ കർത്താവിനെ കാത്തിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയെ കൊണ്ടുപോകാനാണ് യേശു വരുന്നത്. ഇനി വരുന്നത് എന്തിനാ? മണവാട്ടിയെ കൊണ്ടുപോകാം. ആരെ കൊണ്ടുപോകാൻ? മണവാട്ടിയെ. തങ്ങളെ തന്നെ അലങ്കരിച്ച് പാവത്തെ പറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന കർത്താവിനെ കാത്തിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ശ്രദ്ധിച്ച് കേട്ടെ, ടക്കനെ ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. ഈ നിമിഷമാണ് യേശു വന്നാൽ എന്താ സംഭവിക്കുക? യേശു മധ്യാകാശം വന്ന് ഇപ്രകാരം വിളിക്കും. എനിക്ക് വേണ്ടി ഒന്നാമത് കർത്താവ് വിളിക്കുന്ന ആരെന്നറിയാമോ? സ്വത്രം നമ്മളെ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ മുഴു ലോകത്തിലും വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തിയല്ല ആദ്യം വിളിക്കുന്നത് കർത്താവിനെ ഇതുവരെയും കാത്തിരുന്നിട്ടും കാണാതെ മരിച്ചടക്കപ്പെട്ട വിശുദ്ധന്മാരെയാണ് ആദ്യം യേശു വിളിക്കുന്നത്. അതിനുശേഷം രണ്ടാമതാണ് നമ്മളെ വിളിക്കുന്നത്. ദൈവത്തിന് സ്വത്രം. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് യേശു മധ്യാകാശം വന്നാൽ ഇപ്രകാരം വിളിച്ചു പറയും, എനിക്ക് വേണ്ടി കാത്തിരുന്ന് മരിച്ചടക്കപ്പെട്ട എന്റെ വിശുദ്ധ മണവാട്ടിയെ ഇനി കയറി വാ എന്ന് പറയുമ്പോൾ, മരിച്ച് അടക്കപ്പെട്ട് വർഷകാലമായി കല്ലറയ്ക്കകത്ത് കിടക്കുന്ന വിശുദ്ധന്മാർ മുഴുവനും, എല്ലാവരും അല്ല, വിശുദ്ധന്മാർ മുഴുവനും ആ ശബ്ദം കേട്ട് കല്ലറകളെ പൊട്ടി തുറന്ന് യേശു കർത്താവിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് കയറി വരും. വീട്ടിനകത്താണെങ്കിൽ വീട് പൊളിച്ച് പുറത്ത് വരും. റെയിൽവേ ട്രാക്കിലാണെങ്കിൽ ട്രെയിൻ പാളം പൊളിച്ച് പുറത്ത് വരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, കടലിനകത്താണെങ്കിൽ കടലിനകത്ത് എഴുന്നേറ്റ് വരും. കുടിലിനകത്താണെങ്കിൽ കുടിലിനകത്ത് എഴുന്നേറ്റ് വരും. കൊട്ടാരമാണെങ്കിൽ അത് പൊളിച്ചു വരും. റോഡിലാണെങ്കിൽ റോഡ് പൊളിച്ചു വരും. അല്ലെങ്കിൽ എവിടെയാണോ വിശുദ്ധൻ കിടക്കുന്നത് അത് വിശുദ്ധൻ ശബ്ദം കേൾക്കുകയും കല്ലറ വിട്ട് വെളി വരികയും ചെയ്യും. തെളിവെന്തോന്ന തെളിവ്? അല്ലെങ്കിൽ യേശു ക്രിസ്തു എങ്ങനെയാണോ മരണമേ നിന്റെ ജയം എവിടെ, മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു മൂന്നാം നാൾ കല്ലറകളെ തുറന്ന് പുറത്ത് വന്നതുപോലെ മരിച്ച വിശുദ്ധന്മാർ കല്ലറകളെ പൊട്ടി തുറന്ന് യേശുവിന്റെ ശബ്ദം കേൾക്കുന്ന മാത്രയിൽ അവർ വെളിയിൽ വരും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 25, 26, 27, 28 വാക്യം വായിക്കുമ്പോൾ കല്ലറകളിൽ ഉള്ളവർ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വായിച്ചേ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രൻ തന്നിൽ തന്നെ ജീവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. മതി. ദൈവത്തിന് സ്വത്രം. കല്ലറയ്ക്കകത്തുള്ളവർ എന്റെ അപ്പന്റെ ശബ്ദം കേട്ട് വെളിയിൽ വരുമ്പോൾ മറ്റൊരു രൂപം കിട്ടും. എന്താ രൂപം? 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ച് 2-3 വായിച്ച്. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വാക്യം. അവിടെ കല്ലറകൾ പൊട്ടിത്തുറന്ന് പുറത്തു വരുമ്പോൾ എങ്ങനെ വരും? വായിച്ചേ. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. എങ്ങനെ ഇരിക്കുന്ന കർത്താവ് ഇരിക്കുന്നത് പോലെ കാണുന്നവരാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. എങ്ങനെ ഉയർത്തു പോകും? മറ്റൊരാളായി. സ്വത്രം. മരിച്ചടക്കപ്പെടുന്നത് കൈ നഷ്ടപ്പെട്ടായിരിക്കാം, കാൽ നഷ്ടപ്പെട്ടായിരിക്കാം, വളരെ ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കല്ലറ പൊട്ടിച്ച് പുറത്തു വരുന്നത് മറ്റൊരു ശരീരം പ്രാപിച്ച്, ഒരു ദൂതന്റെ ശരീരം പ്രാപിച്ച്, മറ്റൊരു ശരീരം പ്രാപിച്ച് കല്ലറകളെ പൊട്ടിച്ച് പുറത്തേക്ക് വരും. വന്ന് നേരെ എവിടെ കയറി പോകും? കർത്താവിന്റെ അടുക്കലേക്ക്. ഭൂമിയുടെ അങ്ങറ്റം ഇങ്ങറ്റുമുള്ള ഭൂലോകത്തിന്റെ 5 വൻകരകളിലുമുള്ള സകല വിശുദ്ധന്മാരുടെ കല്ലറകളും പൊട്ടും. വലിയൊരു രക്തപ്പുഴ ഈ ഭൂമിയിൽ ഒഴുകാൻ പോകുന്നു. ഈ വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ അടുത്ത് കയറിപ്പോയ ശേഷം ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ സമയമാണ് വരുന്നതെങ്കിൽ ആ സ്പോട്ട് ടൈമിൽ എത്ര കസേരയിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ അത്ര കസേരയിലും തന്നെത്താൻ ഒരുങ്ങി അലങ്കരിച്ച് വചനപ്രകാരം കാത്തിരിക്കുന്ന പൈതൽ ആ കസേര വിട്ട് അപ്പനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഈ സമയം ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 500 പേർ ട്രെയിനിലുണ്ടെന്ന് വെച്ചോ. കരങ്ങൾ നടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് കൂടുതൽ പാട്ട് പാടാത്ത സമയമില്ലാത്തതുകൊണ്ട് ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വന്തം എന്ന് ചൊല്ലിക്കൊള്ള ഉമ്മ என்று யாருமில்ல, சொத்து என்று அள்ளிக்கொள்ள உம்மை விட ஏதுமில்ல. இயேசுவா இயேசுவா எனக்கெல்லாம் இயேசுவா இயேசுவா
എനക്കെല്ലാം യേശുവാ. സ്വന്തമെന്ന് പറഞ്ഞിടുവാൻ ഡാഡിയല്ലാതാരുമില്ല. സ്വത്തു എന്ന് ചേർന്നിടുവാൻ അപ്പനല്ലാതാരുമില്ല. കരടിച്ച് യേശുവാ യേശുവാ എനക്കെല്ലാം യേശുവാ 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 എനക്കെല്ലാം യേശുവാ. சொந்தவென்று சொல்லிக்கொள்ள உண்மை என்று யாருமில்ல. சொத்து என்று அள்ளிக்கொள்ள உண்மை விட ஏதுமில்ல. இயேசுவா இயேசுவா எனக்கெல்லாம் இயேசுவா 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 எனக்கெல்லாம் இயேசுவா. ദൈവത്തിന് സ്വാതന്ത്ര്യം. അപ്പോ യേശുക്രിസ്തു ഈ നിമിഷമാണ് വരുന്നതെങ്കിൽ കർത്താവിൽ മരിച്ച വിശുദ്ധന്മാർ ഒന്നാമത് ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ രാജ്യത്തിലേക്ക് കയറി പോകും. എങ്ങനെ പോകും? മറ്റൊരു ശരീരം പ്രാപിച്ച്, യേശു കർത്താവിനെ കാണുന്ന ശരീരം പ്രാപിച്ച്, മറ്റൊരു ശരീരം പ്രാപിച്ച്, രോഗമില്ലാത്ത ശരീരം, പുഴുക്കൾക്ക് തൊടാൻ പറ്റാത്ത ശരീരം, കൃമികൾക്ക് കടക്കാൻ പറ്റാത്ത ശരീരം, വിശപ്പില്ലാത്തൊരു ശരീരം, ദാഹമില്ലാത്തൊരു ശരീരം, ഒരു ദൂതനെ പോലെ മറ്റൊരു ശരീരം പ്രാപിച്ച് കല്ലറയിൽ കിടന്ന് വളരെ രോഗത്തോടായിരിക്കും മരിച്ചു കിടന്നത്. ആമേൻ. എന്നാൽ അവിടെ നിന്ന് പുറത്തു വരുന്ന ശരീരം രോഗത്തിന് ഇനി പിടിക്കാൻ പറ്റാത്ത മറ്റൊരു ശരീരം പ്രാപിച്ച് അപ്പനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ട്രെയിനകത്ത് 500 പേർ യാത്ര ചെയ്യുന്നെങ്കിൽ, ട്രെയിൻ ഓടിക്കുന്ന ആള് വിശുദ്ധനാണെങ്കിൽ, ട്രെയിനകത്തിരിക്കുന്ന 500 പേരിൽ 150 വിശുദ്ധരുണ്ടെങ്കിൽ 151 പേർ ഇരിക്കുന്ന സീറ്റ് വിട്ട് സ്വർഗത്തിലേക്ക് മറ്റൊരു ശരീരം പ്രാപിച്ച് കയറിപ്പോകും. ബസ് ഓടിക്കുന്ന വ്യക്തി, ആ ഡ്രൈവർ കർത്താവിന്റെ മകനാണെങ്കിൽ ആ ഡ്രൈവർ സീറ്റ് ഒഴിഞ്ഞു കിടക്കും. ബസ് അങ്ങോട്ടൊന്നും അറിയത്തില്ല, ട്രെയിൻ അങ്ങോട്ടൊന്നും അറിയത്തില്ല, ഫ്ലൈറ്റ് അങ്ങോട്ടൊന്നും അറിയത്തില്ല. 2 വീലർ 2 പേര് ഇരുന്ന് പോകും. എന്നാൽ ബാക്കിൽ ഇരുന്ന ആള് വിശുദ്ധനെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ആള് കുറെ നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിൽ ആളില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വീട്ടിനകത്ത് 10 പേർ കിടന്നുറങ്ങും. എന്നാൽ രാവിലെ ഉണരുമ്പോൾ വിശുദ്ധന്മാരെ കാണാനില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വേദ പുസ്തകം പറയുന്നു യേശുവിന്റെ വരവടുത്തു. അവൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 29 മുതൽ അങ്ങോട്ട് വാക്യം വായിക്കുമ്പോൾ, വേദ പുസ്തകം വായിക്കുമ്പോൾ വായിച്ചേ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 29-ാം വാക്യം മുതൽ വായിച്ചേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. സൂര്യൻ ഇരുണ്ടു പോകും. പ്രകാശം കൊടുക്കാതിരിക്കും. ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും. നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ആകാശത്ത് വിളങ്ങും. അടുത്ത ഭൂമിയിലെ സകല ഗോത്രങ്ങൾ പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അടുത്ത് അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്യം നോക്കി ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തു നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുത്ത വാതിൽക്കൽ തന്നെ ആയിരിക്കും അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകില്ല. സത്യമായിട്ട് നിങ്ങൾ പറയുന്നു, ആകാശ ഭൂമി ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാൾ നാഴികയും സംബന്ധിച്ചോ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും ഇത്രാം തീയതി വരുമെന്ന് ഞാൻ വിശ്വസിക്കല്ലേ? ആർക്കും അറിയത്തില്ല, അത് രഹസ്യത്തിലേ വരൂ. അടുത്ത വരി കൂടെ അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചു വിവാഹം കഴിച്ചു. വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരും നീക്കിക്കളയോളാം. നോഹയോട് ദൈവം പറഞ്ഞു, മോനെ നോഹേ, ഞാൻ ജലപ്രളയം വരുത്താൻ പോകുക. നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. നീ സുവിശേഷം വിളിച്ചു പറ. മഴ പെയ്യാൻ പോകുന്നെന്ന് പറ. അന്ന് വരെ മഴ എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. ആ മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ അറിയത്തില്ല. എന്നാൽ നോഹ അതങ്ങ് വിശ്വസിച്ചു. ദൈവം കൊടുത്ത പ്ലാൻ പ്രകാരം, പ്ലാൻ എങ്ങനെയാണോ, പ്ലാൻ എത്ര അളവാണോ കൊടുത്തത്, അതിന് പ്രകാരം പെട്ടകം പണിയാൻ തുടങ്ങി. ജനത്തോട് വിളിച്ചു പറഞ്ഞു, അയ്യോ ജനമേ, ജലപ്രളയം വരാൻ പോകുന്നു. ഇതാ മഴ പെയ്യാൻ തുടങ്ങുന്നു. തകരാൻ പോകുന്നു, സകലത് തകരാൻ പോകുന്നു. ഇതാ പെട്ടകത്തിനകത്ത് കയറുന്നവൻ രക്ഷപ്പെടാൻ പോകുന്നു. പെട്ടകത്തിനകത്ത് കയറിക്കോ. അവൻ പണി ചെയ്തവൻ അംഗീകരിച്ചില്ല, കീഴിൽ തേച്ചവൻ അംഗീകരിച്ചില്ല, ബന്ധുക്കൾ അംഗീകരിച്ചില്ല, ദേശം അംഗീകരിച്ചില്ല. അവരെല്ലാം തിരുവചനം കേട്ടിട്ട് അത് പൊട്ട കള്ളമാണെന്ന് പറഞ്ഞ്, അവയാൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്
ശബ്ദം കേൾക്കുന്ന ദേശനിവാസികളെ, ഇത് കള്ളമല്ല, ഇത് കപടമല്ല, ഇത് സത്യ സുവിശേഷമത്രേ. വിറ്റും നട്ടും സ്തോത്രം ജീവിക്കുമ്പോൾ വിറ്റും നട്ടും വിവാഹത്തിനെടുത്തും വിവാഹത്തിന് കൊടുത്തും ക്രിസ്തു ഇല്ലാതെ നിന്റെ തോന്നിയ ദിവസം പോലെ ജീവിക്കുമ്പോൾ യേശു വന്നാൽ താങ്കൾ പോകുമോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നീ ആ പെട്ടകത്തിനകത്ത് കയറിയിട്ടുണ്ടോ? നീ ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ ഒരുങ്ങിയിട്ടുണ്ടോ? പാപത്തെ വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഇന്നും അഴുക്ക് ചാലിനകത്താണോ? ഇന്ന് രാത്രി അവസരം പാഴാക്കലേ. ലോകത്തിന്റെ കാലം പോലെ അടുത്തവൻ എല്ലാവരും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. അറിഞ്ഞില്ല. അടുത്ത് മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അങ്ങനെ തന്നെ ആയിരിക്കും യേശുവിന്റെ വരവ്. അടുത്താണ് അന്ന് രണ്ടുപേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും. രണ്ടുപേരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും. ആരാ കൈക്കൊണ്ടതാരാ? വിശുദ്ധൻ. അടുത്ത് മറ്റവനെ ഉപേക്ഷിക്കും. അടുത്ത് രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചോണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും. മറ്റവളെ ഉപേക്ഷിക്കും. അടുത്ത് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. മതി. ദൈവത്തിന് സ്വത്രം. എപ്പോ വരും എന്നറിഞ്ഞൂടാ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കർത്താവിനെ ഒരുങ്ങി കാത്തിരിക്കണം. പാവത്തെ ജയിച്ചിരിക്കണം. ഇനി തിരിഞ്ഞു പിരിഞ്ഞ് നോക്കല്ലേ. ശീതമാനും ഉഷ്ണമാനുമായിട്ട് ഇരിക്കരുത്. സ്തോത്രം. നീ ശീതമാനമല്ല, ഉഷ്ണമാനമല്ല, ശീതോഷ്ണമാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ട് കളയുമെന്ന് വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറയുന്നു. ഹല്ലേലൂയ. രണ്ട് വെള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കല്ലേ. ആ ക്രിസ്തുവാകുന്ന പാറമേൽ ആൾക്കാർ എന്തോ പറയട്ടെ, ലോകം എന്തോ പറയട്ടെ, നാട്ടുകാരെന്തോ പറയട്ടെ, തിരുവചനം എന്തോ പറയുന്നു, വേദപുസ്തകം എന്ത് പറയുന്നു, അതിനപ്പുറം നമുക്ക് പോയിക്കൂടാ. ഒരു ദൈവത്തിന്റെ പൈതൽ തിരുവചനം നോക്കണം. ആമേൻ. മനുഷ്യന്റെ വാക്കല്ല നോക്കേണ്ടത്, സത്യവേദ പുസ്തകം എന്ത് പറയുന്നു. ഹല്ലേലൂയ. പാപത്തെ വിട്ടു തിരിയുക. എന്നെ കേൾക്കുന്ന സഹോദര, ഒരു വലിയൊരു രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. രണ്ടുപേർ ഒരുമിച്ച് കിടക്കും. ഒരാളിനെ കാണാനില്ല. 10 പേർ വയലിരിക്കും. 5 പേരെ കാണാനില്ല. 2 പേർ തിരിക്കല്ലി പൊടിക്കും. ഒരാളിനെ കാണാനില്ല. കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പന്തൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ വിവാഹം നടത്തി കൊടുക്കാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അവിടെ കല്യാണ പയ്യൻ യേശുവിന്റെ അടുത്ത് കയറിപ്പോയി. അവൻ വിശുദ്ധനായിരുന്നു. ഇതാ സ്വത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു മനുഷ്യൻ മരിച്ചു. അടക്ക ശുശ്രൂഷയ്ക്ക് പാസ്റ്റർ ശുശ്രൂഷ ചെയ്ത് നിൽക്കുമ്പോൾ ഇതാ യേശുവിന്റെ വരവായിരുന്നു. ആ മരിച്ച ആളുടെ ബോഡി അവിടെ കാണാനില്ല. ഉയർത്തെഴുന്നേറ്റു. അർത്ഥം എന്താ? യേശു അപ്പച്ചന്റെ മക്കൾ ഇവിടെ കാണത്തില്ല. കർത്താവിന്റെ വരവിൽ കയറിപ്പോകും. ഇന്ന് രാത്രി മാന്യ ശ്രോതാവേ, താങ്കൾ യേശുവിനെ കണ്ടുമുട്ടിട്ടുണ്ടോ? പാപം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ലോകമോഹം വിട്ടു തിരിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. കുറവുകളെ ഉണരാം. ദൈവത്തിന് സ്വത്രം. ഇപ്പോഴാണ് യേശു വന്നാൽ ഞാൻ പറയാം, വലിയ രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു. വിശുദ്ധന്മാർ തന്റെ മണവാളിന്റെ അടുക്കലേക്ക് കയറി പോകാൻ പോകുന്നു. ഹല്ലേലൂയ. പത്രങ്ങളിൽ വാർത്ത വരും, ന്യൂസ് ചാനൽ ലൈവായി വാർത്ത വരും. എങ്ങനെ വരാൻ പോകുന്നു? ഹല്ലേലൂയ. ഇത്ര വരെ ഇന്ന സ്ഥലത്ത് കാണാനില്ല. സ്വത്രം. മുട്ടക്കാട് ഇത്ര വരെ കാണാനില്ല. നെയ്യാറ്റിൻകര ഇത്ര വരെ കാണാനില്ല. കാട്ടാക്കട ഇത്ര വരെ കാണാനില്ല. പാലക്കാട് ഇത്ര വരെ കാണാനില്ല. സൗദി ഇത്ര വരെ കാണാനില്ല. ഓരോ രാജ്യത്തിൽ ഇത്ര ആളിനെ കാണാനില്ല. ഇന്ന സ്ഥലത്ത് കല്യാണത്തിന് 5000 വരുന്നു. 2500 കാണാനില്ല. ഇത് എവിടെ പോയി? വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ട്, മക്കളെ കാണാനില്ല, ഭാര്യയെ കാണാനില്ല, ഭർത്താവിനെ കാണാനില്ല. രക്തപ്പുഴ ഒഴുകുന്നു. എല്ലാരും തേടി നടക്കുന്നു, കാണാൻ പറ്റുന്നില്ല. കാരണം യേശുവിന്റെ വിശുദ്ധന്മാർ യേശുവിനോടൊപ്പം കയറിപ്പോയി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു ഇപ്പോൾ വന്നാൽ താങ്കൾ കയറി പോകുമോ? കയറിപ്പോയില്ലെങ്കിൽ ഒരു എതിർ ക്രിസ്തു ഇവിടെ ഭരിക്കും. 7 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. യേശുവിന്റെ വരവ് കഴിഞ്ഞാൽ 7 വർഷം ഒരു എതിർ ക്രിസ്തു ഭരിക്കും. അധർമ്മമൂർത്തി, അന്തിക്രിസ്തു, ആന്റി ക്രൈസ്റ്റ്, തുമ്പുകെട്ട ഇടയൻ. ഹല്ലേലൂയ. 7 വർഷം ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ 7 വർഷം വിശുദ്ധന്മാർ എവിടെ? യേശുവിനോട് കൂടെ. 7 വർഷം യേശുവിനോട് കൂടെ 7 വർഷം വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഒരു എതിർ ക്രിസ്തു ഭരിക്കും. അതിൽ വാങ്ങുവാനോ വിൽക്കുവാനോ പറ്റാത്ത കാലഘട്ടം. അയ്യോ, കൂനിന്മേൽ കുരു വന്നുകൊണ്ടോ കഷ്ടതയ്ക്ക് മീതെ കഷ്ടത വരുന്ന കാലഘട്ടം. അയ്യോ, ഒരു രക്ഷയില്ലാത്ത കാലഘട്ടം. വെച്ച വീട് ആമേൻ എതിർ ക്രിസ്തു കണ്ടുകെട്ടുന്ന കാലഘട്ടം. ബാങ്ക് ഡെപ്പോസിറ്റ് കണ്ടുകെട്ടുന്ന കാലഘട്ടം. പഠിച്ച സർട്ടിഫിക്കറ്റ് വിലയില്ലാതെ പുറത്തിറങ്ങുന്ന കാലഘട്ടം. ഹല്ലേലൂയ. 666 മുദ്രയില്ലാതെ വാങ്ങാനോ വിൽക്കാനോ പറ്റാത്തൊരു കാലഘട്ടം. എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം ഈ ഭൂമിയിൽ വരാൻ പോകുന്നു. സഹോദര സഹോദരി, ദേശനിവാസികളെ, താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ആ 7 വർഷം ഇവിടെ ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ ഈ 7 വർഷം വിശുദ്ധന്മാരെല്ലാം എവിടെയാ? സ്വർഗ്ഗത്തിൽ. ഹല്ലേലൂയ. 7 വർഷം തികയുമ്പോൾ യേശു ക്രിസ്തുവും കയറിപ്പോയ സകല മണവാട്ടി വിശുദ്ധന്മാരും കൂടെ വെള്ള കുതിരപ്പുറത്ത് എവിടെ വരും? യേശു എവിടെയാണോ കയറി
എവിടെ നിന്നാണോ കാൽ ചവിട്ടി കയറിപ്പോയത് ഒലിവുമല, അതേ ഒലിവുമലയിലേക്ക് യേശുവും വിശുദ്ധന്മാരും വെള്ള കുതിരപ്പുറത്ത് വന്ന് കാല് ചവിട്ടും. ഹല്ലേലൂയ. എവിടെ നിന്നാണോ കയറിപ്പോയത് അതേ സ്ഥലത്ത് തന്നെ യേശു ഹല്ലേലൂയ കാല് ചവിട്ടുമ്പോൾ ദൈവത്തിന് ശ്രദ്ധിക്കണമേ. ഇവിടുന്ന് മരിച്ച വിശുദ്ധന്മാർ മാത്രമല്ല, ജീവനോടെ ശേഷിച്ച വിശുദ്ധന്മാർ ഒരുമിച്ച് കർത്താവിനെ എതിരേൽക്കാൻ കയറിപ്പോയി. 7 വർഷം അവിടെ കർത്താവും വിശുദ്ധന്മാരും താമസിക്കും. അതിനുശേഷം ആ ഭൂമിയിൽ ആ സമയം എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമാണ്. 7 വർഷം തികയുമ്പോൾ വിശുദ്ധന്മാരെല്ലാവരും യേശുവും ചേർന്ന് ഒലിവുമലയിലേക്ക് വരും. എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? വെള്ള കുതിരപ്പുറത്ത് ഒലിവുമലയിലേക്ക് വരും. ഒലിവുമലയിലേക്ക് ചവിട്ടുമ്പോൾ സെക്കരിയാവിന്റെ പുസ്തകം 14-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്തുണ്ട്, ഒലിവുമല രണ്ടായിട്ട് വിഭജിക്കപ്പെടും. അവിടെ ഒരു വലിയ യുദ്ധമുണ്ടാകും. യുദ്ധത്തിൽ എതിർ കക്ഷിയെ സ്വർഗത്തിലെ ദൈവം പരാജയപ്പെടുത്തും. അവന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കിയിട്ട് യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ രാജാവായി വാഴും. നിങ്ങൾക്ക് മനസ്സിലായി? ഹല്ലേലൂയ. മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത് വരേണ്ടത് എന്തെന്നായിട്ട്? മണവാളനായിട്ട് വന്നു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ആ 7 വർഷം വിശുദ്ധന്മാരുമായിട്ട് സ്വർഗത്തിൽ 7 വർഷം തികയുമ്പോൾ എവിടെ നിന്നാണോ കയറിപ്പോയത് അവിടെ വന്ന് കാല് ചവിട്ടും. അതിനുശേഷം അവിടെ യുദ്ധമുണ്ടാകും. യുദ്ധത്തിന് ശേഷം യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയിൽ പൊൻ കിരീടധാരിയായി, സ്വന്തം മുൾക്കിരീടധാരിയായി ആണ് ഈ ഭൂമിയിൽ അന്ന് മരിച്ചതെങ്കിൽ ഇനി എന്റെ യേശു വരാൻ പോകുന്നത് പൊൻ കിരീടധാരിയായി, രാജാവായി, മുത്തുകാൽ നിർമ്മിച്ച. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. നമുക്ക് ടക്കൻ എടുക്കാമോ? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു. നമുക്ക് എടുക്കാം വെളിപ്പാട് പുസ്തകം. അതിന് 21-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ടക്കനെ വായിച്ചേ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു. അടുത്ത സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. ശ്രദ്ധിച്ചേ, അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. കരച്ചിലില്ല, കണ്ണീരില്ല. അടുത്ത് ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തെ കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. 9 അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയെ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ അവൻ എന്നെ ആത്മദൃശ്യതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധി തന്നെ ദൈവ തേജസ്സുള്ള ഇറങ്ങുന്നത് കാണിച്ചു തന്നു. കണ്ടോ? അടുത്തവന് അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രക്തത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അതിന് പൊക്കമുള്ള വൻമതില് 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ഗോപുരമുണ്ട്. അടുത്ത ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് ആരുടെ? യാക്കോബിന്റെ മക്കളായ ആൺമക്കളായ 12 പേരുടെ പേരും 12 ആൺമക്കളുടെ പേര് 12 ഗോത്ര തലവന്മാർ ഉണ്ട്. വായിച്ചേ. 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. പേര് കൊത്തിച്ചിരിക്കുക. അടുത്ത് കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിൽ നോക്കിയാൽ നമ്മുടെ വീടിന്റെ മതിൽ എങ്ങനെയാ? നമ്മൾ ഇവിടുന്ന് കർത്താവിന്റെ കൂടെ താമസിക്കുന്ന മതിൽ നോക്കിയ മതിലിന് 12 അടിസ്ഥാനം. എത്ര അടിസ്ഥാനം? 12 അടിസ്ഥാനം. അടുത്ത അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അപ്പൊ പഴയ നിയമത്തിലെ 12ഉം പിന്നെ ഇത് പുതിയ നിയമത്തിലെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരായ 12 അപ്പോസ്തലന്മാരുടെ പേര് കണ്ട കഥ വിട്ടോ? വിട്ടില്ല. പഴയ നിയമത്തിൽ വിട്ടോ? ഇല്ല. പുതിയ നിയമം വിട്ടോ? ഇല്ല. രണ്ടും വേദപുസ്തകത്തിലുണ്ട്. ഇത് നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആ പഴയ നിയമത്തിലെ 12 വിശുദ്ധന്മാരുടെ പേര് അവിടെ ഉണ്ട്. പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരുടെ പേരും അവിടെ ഉണ്ട്. വായിച്ചേ. എന്നോട് സംസാരിച്ചവനെ നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം. അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിൽ എന്ന് വെച്ചാൽ
ദൂതന്റെ അളവിൽ തന്നെ 144 മുഴം ഉണ്ടായിരുന്നു. അതിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരം അതിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. ഇതുവല്ല നമ്മളെ ഭൂമിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഒന്നാം അടിസ്ഥാന സൂര്യകാന്തം, രണ്ടാമത്തെ നീലരത്നം, മൂന്നാമത്തത് മാണിക്യം, നാലാമത്തത് മരതകം, അഞ്ചാമത്തത് നഗവർണ്ണി, ആറാമത്തെ ചുവപ്പുകല്ല്, ഏഴാമത്തത് പീതരത്നം, എട്ടാമത്തത് ഗോമേതകം, ഒമ്പതാമത്തത് പുഷ്യരാഗം, പത്താമത്തത് വൈഡൂര്യം, 11ാമത്തത് പത്മരാഗം, 12ാമത്തത് സുഗന്ധരത്നം, 12 ഗോപുരവും. 12 പഴയ നിയമ വിശുദ്ധന്മാരുടെ പേര്, ഗോത്രപിതാക്കന്മാർ, 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ, 12 മുത്തുകൾ ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. അടുത്ത് 12 ഗോപുരവും, 12 ഗോപുരം, 12 ഗോപുരം, 12 മുത്ത്, 12 ഗോത്രപിതാക്കന്മാർ, 12 അപ്പോസ്തലന്മാർ. അടുത്ത് ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളത്. ഓരോ മുത്ത് കൊണ്ടുള്ളത്. നഗരത്തിന്റെ വീതി സ്വച്ഛസ്ഫടികത്തിൽ തുല്യമായ തങ്കവും ആയിരുന്നു. വീതി, നടന്നു പോകുന്ന വീതി എങ്ങനെ? തങ്കം കൊണ്ട്. എങ്ങനെ എന്തുകൊണ്ടുണ്ടാക്കിയാൽ നടക്കാൻ പോകുന്നത്? തങ്കം കൊണ്ട്. അടുത്ത് മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാട് അതിന്റെ മന്ദിരമായിരുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. മതി ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിർമ്മിച്ച രാജാതി രാജാവ് പ്രകാശമായി. ഇരുട്ടവിടെ ഇല്ല, കണ്ണീരില്ല, ദുഃഖമില്ല. യേശു വന്നാൽ താങ്കൾ കയറി പോകുമോ? തള്ളപ്പെടുമോ? യേശു വന്നാൽ കയറി പോകണമെങ്കിൽ എന്ത് വേണം? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, അപ്പോസ്തലിക ഉപദേശം ആചരിക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, പ്രാർത്ഥിക്കണം, വിശുദ്ധ മണവാട്ടിയായി തന്നെത്താൻ അലങ്കരിച്ച് ഓരോ ദിവസവും കർത്താവിനായി ഒരുങ്ങി നടക്കുന്ന പൈതൽ കർത്താവിന്റെ വരവിലെടുക്കപ്പെടും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ ഈ ഗുണമുണ്ടോ ഇല്ലയോ? ഇന്ന് രാത്രി ഏത് തിരഞ്ഞെടുക്കും? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ആയിരങ്ങൾ, 10,000ങ്ങൾ. ഞാൻ ഇന്നലെ ഒരാളുടെ സാക്ഷി പറഞ്ഞു, ഇന്ന് ഒരു രക്തസാക്ഷിയെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു നിർത്തും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞ രക്തസാക്ഷി സ്തോത്രം, ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്തുവിനായിട്ട് രക്തസാക്ഷിയെ കുറിച്ചാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന ഒരു രക്തസാക്ഷി, ഒരു സ്വത്രം, ഒരു പെൺകുട്ടിയുടെ സ്വത്രം, ഒരു യൗവനക്കാരത്തിയായ ഒരു പെൺകുട്ടിയുടെ രക്തസാക്ഷിയായ ഹാദർ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അലക്സാന്ദ്രി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അവള്. അലക്സാന്ദ്രി എന്ന സ്ഥലത്തുള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. അവളുടെ പേര് ഹാദറിൻ എന്നാണ് സ്വത്രം. ഈ മകൾ അലക്സാൻഡ്രിയ എന്ന സ്ഥലത്ത് പാർത്തിരിക്കുമ്പോൾ അവിടെ വെച്ച് അവൾ യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ. അവള് ഒരു യൗവനക്കാരത്തിയാണ്. നല്ല കൃപയുള്ള, നല്ല അഭിഷേകമുള്ള ഒരു പെൺകുട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൾ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ ചക്രവർത്തി അറിഞ്ഞു. സ്തോത്രം. ഈ ഹാദറിൻ എന്ന പെൺകുട്ടി യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയെന്ന് അവളെ വിളിച്ചുകൊണ്ട് വന്നു. ഹാദറിൻ, നീ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയോ? അവൾ പറഞ്ഞു, അതെ, ഞാൻ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോ ഈ ചക്രവർത്തി പറഞ്ഞു, നീ യേശുവിനെ തള്ളി പറയണം. അവൾ പറഞ്ഞു, ഇല്ല, ആരാധിക്കാൻ പറ്റുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമേ ഉള്ളൂ. ചക്രവർത്തി പറഞ്ഞു, നിനക്ക് തെറ്റുപറ്റിപ്പോയി. ഹാദറിൻ, നീ ആലോചിച്ചിട്ട് സംസാരിക്കാവൂ. നീ യേശുവിനെ തള്ളി പറയണം, നീ യേശുവിനെ ആരാധിക്കല്ലേ. അവൾ പറഞ്ഞു, തള്ളി പറയാൻ പാടില്ലാത്ത ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നാമം. അവൾ പറഞ്ഞു, തള്ളി പറയാൻ പറ്റാത്ത, മാറ്റിവിടാൻ പറ്റാത്ത ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമം. അവളോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, നീ വലിയ ശിക്ഷ ഏൽക്കേണ്ടി വരും, നീ സ്തോത്രം മരണം വരിക്കേണ്ടി വരും, നീ സ്തോത്രം കർത്താവിനായിട്ട് നിന്നാൽ നിന്നെ സ്തോത്രം ജീവനോടെ ഇവിടെ വച്ചിരിക്കുകയില്ല, നിന്നെ കൊന്നുകളയും എന്നൊക്കെ ചക്രവർത്തി പറഞ്ഞു. അവൾ പറഞ്ഞു, വിട്ട് പിരിഞ്ഞ് അപ്പനോടുകൂടെ ഇരിക്കുന്നത് അത്യുത്തമം. എത്ര വയസ്സുള്ള ഒരു യൗവനക്കാരി, 16, 15, 17 വയസ്സുള്ള പെൺകുട്ടി പിള്ള പറയുകയാണ്. അവൾ ആരെ കണ്ടു? യേശുവിനെ കണ്ടുമുട്ടി. യേശുവിൽ നിന്ന് മാറ്റാൻ സ്തോത്രം പലരെ ശ്രമിച്ചു, പക്ഷേ അവൾ മാറിയില്ല. ഹാദൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ഇപ്പോഴാണ് യേശുവിന്റെ അടുക്കൽ പോകാൻ ദൈവം വച്ചിരിക്കുന്ന സമയമെങ്കിൽ ഓക്കെ, സാരമില്ല, ഈ നിമിഷമായാലും രക്തസാക്ഷിയാകാൻ ഞാൻ ഒരുക്കാം.
സൂത്രം എവിടെ നിന്ന് വന്നതാ ചങ്കുറപ്പ്? അതാ പറഞ്ഞ രക്തത്തിന്റെ ശക്തി, അതാ പറഞ്ഞ വചനത്തിന്റെ ശക്തി, അതാ പറഞ്ഞ യേശുവിന്റെ ശക്തി, യേശുവിനുള്ള സ്നേഹമിതാ. ഹല്ലേലൂയ. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, സ്വത്ര ആ കൊട്ടാരത്തിനകത്തുള്ള ഒരു കൂട്ടം ജ്ഞാനമുള്ളവരെ കൊണ്ടുവന്നു. ജ്ഞാനമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ അവളോട് ജ്ഞാനത്തോട് പറഞ്ഞ് സ്വത്രം ജ്ഞാനത്തോടെ സംസാരിച്ച് അവളെ യേശുവിൽ നിന്ന് അകറ്റി കൊണ്ടുവരാൻ പറഞ്ഞു. സ്വത്രം ജ്ഞാനികളെല്ലാം അവളോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ശലോമോന് ജ്ഞാനം കൊടുത്ത, ദാനിയേലിന് ജ്ഞാനം കൊടുത്ത, സർവശക്തനാകുന്ന എന്റെ ദൈവം അവളുടെ അടുക്കൽ ഇറങ്ങി അവൾക്ക് അങ്ങോട്ട് ജ്ഞാനം കൊടുത്തു. ആക്ക് ഹാദറിന്. ഈ ജ്ഞാനികൾ എന്ന് പറഞ്ഞവരെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അതിന്റെ അപ്പുറത്ത് അതിന് തക്കതായ മറുപടി ആ പെൺകുട്ടി, യൗവനക്കാരത്തി പെൺകുട്ടി മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്വത്രം. അവൾ കൊടുത്ത മറുപടി അതനുസരിച്ചായിരുന്നു മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനം ജ്ഞാനികൾ സ്വത്രം ചക്രവർത്തിയുടെ അടുക്കൽ പോയി പറഞ്ഞു, ചക്രവർത്തി തിരുമനസ്സേ, ഞങ്ങൾ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഞങ്ങൾ ശ്രമിച്ചു. അവളോട് പറയുന്നതെല്ലാം അവൾ അതിൻ്റെതായ മറുപടി തരുന്നു. അവളെ ജയിക്കാൻ കഴിയത്തില്ല. അവൾ പറയുന്നതെല്ലാം സത്യമായി വരുന്നു. അവളോട് തർക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതോടെ ചക്രവർത്തി വീണ്ടും വന്നു. ഹാദരൻ, നീ യേശുവിനെ തള്ളി പറയണം. പറഞ്ഞില്ല, ഇല്ല, ഞാൻ തള്ളി പറയത്തില്ല. അവിടെ പറഞ്ഞു, ഞാൻ തള്ളി പറയുകയില്ല. അങ്ങനെ സ്വത്രം രണ്ട് കാര്യം ചക്രവർത്തി തീരുമാനം കൊടുത്തു. രണ്ട് കാര്യം ഞാൻ നിന്റെ മുൻപിൽ വെക്കുന്നു. സ്തോത്രം. നീ യേശുവിനെ തള്ളിക്കളഞ്ഞ് നീ പുറത്തു വന്നാൽ ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. ചക്രവർത്തി പറയുകയാണ്, ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. സ്വത്രം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവളോട് പറയുകയാണ്, നീ ഇപ്പൊ തീരുമാനം പറയണ്ട, നീ ഒരു കാര്യം ചെയ്. സ്വത്രം പോയിട്ട് വന്ന് ആലോചിച്ച് പറഞ്ഞാ മതി. അപ്പോഴാണ് അവൾ മറുപടി, ചക്രവർത്തി തിരുമനസ്സേ, എനിക്ക് ആലോചിക്കാൻ ഒന്നുമില്ല. സ്വത്രം, എനിക്ക് ഒരു മണവാളനുണ്ട്, അതെന്റെ യേശുവാണ്. ആ യേശു എന്ന മണവാളനെ വിട്ട് നിങ്ങളെ എനിക്ക് വേണ്ട. ജീസസ്, ഹല്ലേലൂയ. രാജാവിന് വേദനയായി. രാജാവ് പറഞ്ഞു, നീ മരിക്കേണ്ടി വരും, നിന്റെ ശിക്ഷ ഭയാനകമായിരിക്കും. ഹല്ലേലൂയ. അവള് പറഞ്ഞു, ശിക്ഷ ഇപ്പം വന്നാലും ഞാൻ പോകാൻ ഒരുക്കമാ. ദൈവത്തിന് സ്വത്രം. എന്തെന്നറിയാമോ? ഉടനെ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു, വേഗം വരിക, 2 രഥത്തെ കൊണ്ടുവരിക. 2 രാജരഥത്തെ കൊണ്ടുവന്നു. 2 രാജരഥവും കൊണ്ടുവരുമ്പോൾ ഒരു രഥത്തിൽ ഒരു കൈയും ഒരു കാലും കെട്ടി, മറ്റേ രാജരഥത്തിൽ ഒരു കൈയും ഒരു കാലും കെട്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്വത്രം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി കൊലക്കളത്തിൽ യേശുക്രിസ്തു എനിക്കായി നിങ്ങൾക്കായി ആമേൻ സ്വത്രം ശരീരം മുഴുവൻ തകർന്ന് മരിച്ചത് ഓർക്കുന്നുണ്ടോ? ആ രക്തത്തിന്റെ ശക്തി ആ മകൾ നിറഞ്ഞപ്പോൾ, ആ ജീവൻ അവൾ ഇറങ്ങിയപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞെന്നല്ല, അവൾ പറയുകയാണ്, സ്വത്രം വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് അത്യുത്തമം തന്നെ. അർത്ഥം അവൾ പറയുകയാണ്, എനിക്കൊരു മണവാളനുണ്ട്. 10,000 സുന്ദരൻ, രാജാവ്, അവനെ പോലെ സുന്ദരൻ ആരുമില്ല. അവനോട് വിട്ടുപിരിഞ്ഞ് അവനോട് കൂടെ ചെന്നിരിക്കാനാണ് ദൈവം ഇപ്പൊ എന്നെ കണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ പോകാൻ ഒരുക്കം. സകല ജനവും നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു രഥത്തിൽ ഒരു കാലും ഒരു കൈയും കെട്ടി, മറ്റേ രഥത്തിൽ 2 രഥത്തിന് നടുവിൽ അവിടെ നിൽക്കുകയാണ്. ഒരു രഥം ഇവിടെ, ഒരു രഥം ഇവിടെ, കാലും കൈയും കെട്ടി, ഈ കാലും ഈ കൈയും കെട്ടി, 2 സൈഡും കെട്ടി. അവൾ കെട്ടിക്കഴിഞ്ഞപ്പോ എല്ലാരും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവള് പുഞ്ചിരിച്ച് എന്തിനെന്നറിയാമോ? ഇപ്പൊ തന്നെ എന്റെ യേശുവിനെ ചെന്ന് കാണാമോ. ഹല്ലേലൂയ. എന്തിനാ പുഞ്ചിരിച്ചേ? ഞാൻ മരിക്കുമെന്നല്ല, ഞാൻ തകർന്നെന്നല്ല, പിന്നെയോ ഞാൻ കാത്തിരുന്ന എന്റെ മണവാളനെ എനിക്ക് ഇപ്പൊ ചെന്ന് കാണാലോ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, മണവാളനെ കാത്തിരിക്കുന്ന മണവാട്ടിക്ക് ഇത് പറ്റൂ സഹോദരങ്ങളെ. 10,000 സുന്ദരനായ ദൈവത്തെ കാണാൻ അവൾക്ക് ആഗ്രഹമായി. ചക്രവർത്തി പറഞ്ഞു, രഥം സ്വത്രം മുന്നോട്ട് പോകട്ടെ. രഥം മുന്നോട്ട് പോയി. രഥം സൈഡിലോട്ട് പോകട്ടെ. രഥം സൈഡിലോട്ട് പോകുമ്പോൾ, മുന്നോട്ട് പോയ രഥം സൈഡിലോട്ട് പോകുമ്പോൾ 2 കൈയും 2 കാലും 2 വശത്തും ഓരോ സൈഡിൽ കെട്ടിരിക്കുകയാണ്. നേര് ഭാഗം 2ആയി കീറി. 2 രഥത്തിലും ശരീരത്തിന്റെ നേര് ഭാഗം വീതം കീറി രക്തസാക്ഷിയായി അവൾ യേശുവിന്റെ അടുത്ത് പോയി. എന്നിട്ടും അവൾ പറഞ്ഞു, ഇല്ല. അവസാന നിമിഷം വരെയും അവൾ ഇപ്രകാരം പറഞ്ഞു, no turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus.
Jesus. No turning back, no turning back, no turning back, no turning back. യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ, പിന്മാറാതെ ഞാൻ മാറാതെ. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ ശ്രോതാവേ, ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന പ്രിയങ്ങളെ കണ്ണടയ്ക്കാമോ? യേശു ഇന്ന് രാത്രി വന്നാൽ മണവാട്ടി തന്നെത്താൻ ഒരുക്കി കാത്തിരിക്കുന്നു. താങ്കൾ നീങ്ങിട്ടുണ്ടോ? തങ്ങപ്പെടുമോ? യേശുവിനോടൊപ്പം കയറി പോകുമോ? രക്ഷിക്കപ്പെടുന്നുണ്ടോ? വചനത്തിലൂടെയാണോ നമ്മുടെ യാത്ര? ഇന്ന് രാത്രി അപ്പന്റെ അടുക്കലേക്ക് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ആഴമായ തിരുവചനം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രപ്പ. എന്തൊക്കെ പ്രതികൂലം വന്നാലും, എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, കർത്താവേ, ക്രിസ്തുവാകുന്ന പാറമേൽ മണവാട്ടി പണിയുന്നു. അവൾ പണിത് തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്നു. യേശുവിന്റെ വരവിൽ കയറി പോകുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ദേശത്തിലുള്ള എല്ലാവരും തുടരെയപ്പ, യേശുവിന്റെ വരവിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുവാൻ ഈ ഗ്രൗണ്ടിൽ വന്നവർ, ദേശത്തിൽ ശബ്ദം ശ്രദ്ധിക്കുന്നവർ എല്ലാവരും രക്ഷിക്കപ്പെടട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അപ്പന്റെ വരവിൽ കയറി വരുവാൻ പരിശുദ്ധന്മാർ സഹായിക്കണമേ. രക്തം കൊണ്ട് കഴുകണമേ. അങ്ങയുടെ ജീവനെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനെ നിറയ്ക്കണമേ. വചനത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥന സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.